بسم الله الرحمن الرحيم إنما يفتري الكذب الذين لا يؤمنون بآيات الله وأولئك هم الكاذبون من كفر بالله من بعد إيمانه إلا من أكره وقلبه مطمئن بالإيمان ولكن من شرح بالكفر صدرا فعليهم غضب من الله ولهم عذاب عظيم ذلك بأنهم استحبوا الحياة الدنيا على الآخرة وأن الله لا يهدي القوم الكافرين أولئك الذين طبع الله على قلوبهم وسمعهم وأبصارهم وأولئك هم الغافلون لا جرم أنهم في الآخرة هم الخاسرون. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين لا يؤمنون بآيات الله لا يهديهم الله ولهم عذاب أليم. إنما يفتري الكذب الذين لا يؤمنون بآيات الله وأولئك هم الكاذبون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وأئمة كالشافعي ونحوه كانوا على 6 خصال كملا: زهد صلاح والعبادة علمهم بعلوم عقبى نافعة للملا، وكذا الفقاهة في مصالح ديننا وإرادة بتفقه رب العلا. فقهاؤنا قد تابعوا في فقههم لا غير فاتبع في الجميع لتفضلا. ബഹുമാനികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ മറ്റു ചില ഭാഗങ്ങളാണ് ഇന്ന് കടക്കാൻ ഉദ്ദേശിക്കുന്നത്.
കക്കാട് തരീഖത്ത് കളവുകളും പിഴവുകളും ഈ വിഷയം ഒരുപാട് സംസാരിക്കാനുള്ളതാണ്. അത് വളരെ പെട്ടെന്ന് പറഞ്ഞാൽ തീരുന്ന വിഷയങ്ങൾ അല്ല. ഒരല്പം കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കളായ മുഅ്മിനീങ്ങൾ അവർ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ തലമുറ തലമുറയായി മനസ്സിലാക്കി വന്നിട്ടുള്ളതാണ്. അതിന് മാറ്റം വരുത്തുക എന്നത് ഒരിക്കലും തന്നെ സ്വീകാര്യയോഗ്യമായ ആശയം അല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴിയിൽ ഞങ്ങളെ നീ വഴി നടത്തണം അല്ലാഹ് എന്ന് പഠിപ്പിക്കാൻ, എന്ന് പറയാൻ വേണ്ടി, ദുആ ചെയ്യാൻ വേണ്ടി, ഓതാൻ വേണ്ടി നമ്മെ പഠിപ്പിച്ചത് സജ്ജനങ്ങൾ നടന്ന വഴിയിലൂടെ നടക്കലാണ് ദീൻ എന്ന് പഠിപ്പിക്കാനാണ്. അതേ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സബീലുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മാർഗം അല്ലാത്തത് പിന്തുടരുന്നവർക്ക് നരകമുണ്ടെന്നാണ് താക്കീത് ചെയ്തിട്ടുള്ളത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പൂർവികരായ ആളുകൾ പഠിപ്പിച്ചതിന് എതിരായി പുതിയ ആശയം കൊണ്ടുവരുന്നവർ പിഴപ്പിക്കുന്നവരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മുൻഗാമികൾ നമ്മളെക്കാൾ നല്ലവരായിരുന്നു, നമ്മളെക്കാൾ അറിവുള്ളവരായിരുന്നു. ആ മഹാന്മാരെ മറികടന്നുകൊണ്ട് ഏതെങ്കിലും പുതിയ പ്രസ്ഥാനങ്ങളുടെ പിന്നാലെ പോയാൽ സ്വാഭാവികമായും അത് നമ്മുടെ ദീനിനെ ബാധിക്കും, നമ്മുടെ ഈമാനിനെ ബാധിക്കും എന്ന കാര്യം ഉറപ്പാണ്. എപ്പോഴും ഒരു പുതിയ ആശയത്തിലേക്ക് കടന്നു പോകുന്ന മനുഷ്യന് നാം കാണുന്ന ലക്ഷണം പുതിയ ആചാരങ്ങളും പരിപാടികളും അദ്ദേഹത്തിനുണ്ടാകും എന്നതാണ്. നമ്മുടെ നാട്ടിൽ എത്രയോ കാലമായി മുസ്ലിമീങ്ങൾ ജീവിച്ചു വരുന്നു. എത്രയോ പണ്ഡിതന്മാരും അല്ലാത്തവരും കഴിഞ്ഞുപോയിരിക്കുന്നു. നമ്മൾ തന്നെ ജീവിതത്തിൽ കണ്ട ബഹുമാനപ്പെട്ട മർഹൂം കണ്യത്ത് ഉസ്താദ്, ഓക്കെ ഉസ്താദ്, ഇ കെ ഉസ്താദ്, കീഴ ഉസ്താദ് തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായ ആലിമീങ്ങളുണ്ട്. അവരാരും തന്നെ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർക്കോ നേതാക്കൾക്കോ റളിയല്ലാഹു അൻഹു എന്ന് അവരുടെ പേര് പറയുമ്പോഴൊക്കെ പറയുന്ന ഒരു ആചാരം നടപ്പാക്കിയതായി നാം കണ്ടിട്ടില്ല. സാധാരണ നിലക്കങ്ങനെ പറയാറില്ല. അതേസമയം നമ്മൾ തന്നെ ഹദാദ് റാത്തീബ് പോകുന്ന സമയത്ത് വഅന്നാ മഅഹും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. വറളിയല്ലാഹു അൻ അഹ്ലി ബൈത്തിഹി ത്വയ്യിബീന ത്വാഹിരീന വഅസ്ഹാബിഹിൽ അക്രമീന വഅസ്വാജിഹി ത്വാഹിറാത്തി ഉമ്മഹാത്തിൽ മുഅ്മിനീന വത്താബിഈന വതാബിഉത് താബിഈന ലഹും ബിഇഹ്സാനിൻ വഅന്നാ മഅഹും ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അത് സാധാരണ നിലക്ക് റളിയല്ലാഹു അൻഹു ചൊല്ലലല്ല, അത് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ നമ്മളെയും കൂടി കൂട്ടിച്ചേർക്കാറുണ്ട്. ഇതുപോലെ ഒരാളോട് അല്ലെ ഒരാൾക്ക് വേണ്ടി അള്ളാഹു നിന്നെ തൃപ്തിപ്പെടട്ടെ എന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാകട്ടെ എന്നോ പ്രാർത്ഥിച്ചാൽ അത് തെറ്റല്ല, അത് കുറ്റമല്ല. അതേസമയം പ്രാർത്ഥനയ്ക്ക് അപ്പുറം ആശംസകൾ അർപ്പിക്കുക എന്ന നിലക്ക് പറയുന്ന തെറുദിയത്ത് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തെറുദിയത്ത് ചൊല്ലൽ ഉണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ ഉണ്ട്, സ്വലാത്ത് ചൊല്ലൽ ഉണ്ട്, അതേസമയത്ത് പ്രാർത്ഥന നടത്തൽ ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്.
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസല്ലി അലൈഹിം ഇന്ന സലാത്തക സകനുൽ ലഹും. എന്താണ് അതിനർത്ഥം? ധർമ്മം കൊണ്ടെത്തുന്ന ആളുകൾക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സലാത്ത് ചൊല്ലണം എന്നാണോ? സല്ലു അലൈഹി എന്ന് പറഞ്ഞ അതേ സലാത്ത് എന്ന പദമാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. വസല്ലി അലൈഹിം, ധർമ്മം കൊണ്ടെത്തുന്ന ആളുകൾക്ക് വേണ്ടി ആളുകളുടെ പേരിൽ അവിടുന്ന് സലാത്ത് നിർവഹിക്കണം. ഇവിടുത്തെ സലാത്തിന്റെ അർത്ഥം എന്താണ്? അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നാ. അപ്പൊ സലാത്ത് ചൊല്ലൽ അത് വേറൊരു വിഷയമാണ്. സലാത്ത് ചൊല്ലൽ അത് സ്നേഹ ബഹുമാനത്തോടു കൂടിയുള്ള ഒരു ആശംസ അർപ്പിക്കലാണ്. സലാം ചൊല്ലൽ അത് കേവലം ഒരു പ്രാർത്ഥന നടത്തൽ അല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് ആശംസ അർപ്പിച്ചാൽ ആരും ആമീൻ എന്ന് പറയാറില്ല. പ്രാർത്ഥനയാണെങ്കിൽ, കേവലം ഒരു പ്രാർത്ഥനയാണെങ്കിൽ അസ്സലാമു അലൈക്കും ആമീൻ എന്നല്ലേ പറയേണ്ടത്? അങ്ങനെ പറയാറില്ല. വഅലൈക്കും അസ്സലാം, അങ്ങോട്ടും ആശംസയാണ്. അത് തഹിയ്യത്താണ്, കാഴ്ചവെക്കുകയാണ്, ആശംസ കാഴ്ചവെക്കുകയാണ്. ഇതുപോലെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവല്ലദീ യുസല്ലി അലൈക്കും വ മലായികതുഹു ലിയുഖ്രിജകും മിനൽ ളുലുമാതി ഇലൻ നൂർ. അല്ലാഹു നിങ്ങളുടെ പേരിൽ സലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം അല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന അർത്ഥത്തിൽ അള്ളാഹുവിനോട് തൃപ്തി ചോദിക്കുന്നതും നേരെ മറിച്ച് റളിയല്ലാഹു അൻഹു ചൊല്ലലും റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലലും രണ്ടും രണ്ടാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് നമ്മൾ ഏത് പാപിയായ മനുഷ്യൻ മരിച്ചു പോയാലും പ്രാർത്ഥിക്കും. പക്ഷേ അത്തരത്തിലുള്ള ഒരു പാപിയായ മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിന്റെ പേര് പറയുന്ന സമയത്ത് റഹ്മത്തുള്ളാഹി അലൈഹി എന്നോ റഹിമഹുല്ലാ എന്നോ സാധാരണ നിലക്ക് പറയാറില്ല. പ്രാർത്ഥന എന്ന നിലക്ക് പറഞ്ഞേക്കും, നേരെ മറിച്ച് ഒരു ആശംസ എന്ന നിലക്ക് പറയില്ല. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആശംസ അത് മരണപ്പെട്ടു പോയ സ്വഹാബികളുടെ പേരിൽ, വലിയ വലിയ മഹാന്മാരുടെ പേരിൽ പറയുന്ന ഒരു ആശംസയാണ് റളിയല്ലാഹു അൻഹു എന്നത്. കക്കാട് മുഹമ്മദ് ഫൈസി അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏത് മനുഷ്യരുടെയും ഏത് മുഅ്മിനായ മനുഷ്യനും ജീവിച്ചിരിക്കുന്ന കാലത്തും റളിയല്ലാഹു അൻഹു എന്ന് പറയാം എന്നതിന് ആയത്ത് തെളിവാണ് എന്ന് ഇജ്തിഹാദ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മുജ്തഹിദല്ല, പക്ഷേ അദ്ദേഹം ഇജ്തിഹാദ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി എന്ന് പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് പറഞ്ഞെങ്കിൽ അതേ ഖുർആൻ ഹുവല്ലദീ യുസല്ലി അലൈക്കും വ മലായികതുഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കക്കാട് മുഹമ്മദ് ഫൈസി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും പറയാമെന്ന് അദ്ദേഹം പറയേണ്ടി വരും. കാരണം ഹുവല്ലദീ യുസല്ലി അലൈക്കും വ മലായികതുഹു എന്നല്ല പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കക്കാട് ഫൈസിയുടെ പേര് പറയുന്നത് കേട്ടാൽ പറയാൻ പറ്റുമോ? അപ്പൊ ആയത്തിൽ നിന്ന് ഇജ്തിഹാദ് ചെയ്ത് കണ്ടുപിടിക്കാൻ മാത്രമൊന്നും കക്കാട് മുഹമ്മദ് ഫൈസി മുജ്തഹിദായിട്ടുണ്ട് എന്ന് മുസ്ലിം ഉമ്മത്ത് അനുവദിച്ചു കൊടുക്കുകയില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ആർക്ക് റളിയല്ലാഹു അൻഹു പറയണം, എപ്പോൾ പറയണം എന്നതൊക്കെ നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ ചോദിച്ചു, ഞാൻ ഒരു ലേഖനത്തിൽ എഴുതിയിരുന്നു, ഒരു പുതിയ ആചാരം അദ്ദേഹത്തിൽ കാണുകയുണ്ടായി എന്ന് ഒരു സംഭവം ഞാൻ എഴുതിയിരുന്നു. ഞാൻ എഴുതിയ വാചകം, ജീവിച്ചിരിക്കുന്ന ശൈഖിന് അദ്ദേഹം ഇടയ്ക്കിടെ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടായിരുന്നു. ഇമാം ഇബ്നു ഹജർ പോലുള്ള മഹാത്മാക്കളോട് ജീവിതകാലം ശിഷ്യന്മാർ ചോദ്യങ്ങൾ ഉന്നയിച്ചതും മറുപടി നൽകിയതും രേഖപ്പെട്ടു കാണുന്ന ഫതാവകളിലും മറ്റും അവരുടെ ദീർഘായുസ്സിനും സേവന ദൈർഘ്യത്തിനും പ്രാർത്ഥിക്കുന്നതല്ലാതെ സാധാരണ നിലക്ക് ഇപ്രകാരം പറഞ്ഞു കാണുന്നില്ല. പക്ഷേ ഒരു പുതിയ ആചാരം അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുകയുണ്ടായി. ഇങ്ങനെയാണ് ഞാൻ എഴുതിയത്. അപ്പൊ സാധാരണ നിലക്ക് അങ്ങനെ പറയാറില്ല. ഒരാളെ പേരിങ്ങനെ പറയുമ്പോഴൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്ക് റളിയല്ലാഹു അൻഹു പറയുന്ന പതിവ് ഇല്ല.
സ്വഹാബത്തിന്റെ കാലത്തുമില്ല, അയിമ്മത്തിന്റെ കാലത്തുമില്ല, ഇന്നേവരെയും ഇല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് വാ ഉമർ ഇബ്നുൽ ഖത്താബ് പറയാ, ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോയിക്കോന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ. അങ്ങനെ ഒരു സംഭവം നടക്കാറില്ല. അതിനുശേഷം ഒന്നും നടക്കാറില്ല. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ നടക്കുന്നത് നമ്മൾ കേട്ടിട്ടുമില്ല. അപ്പോൾ അദ്ദേഹം ഒരു മൗലിദ് ഉദ്ധരിച്ചു. ആ മൗലിദിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇ കെ അബൂബക്കർ മുസ്ലിയാരെ പരിചയമുള്ള ഏതെങ്കിലും ഒരാൾ ഇ കെ ഉമർ മുസ്ലിയാരുടെ പേര് പറയുമ്പോഴൊക്കെ എൻ്റെ അനുജൻ ഇ കെ ഉമർ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇ കെ അബൂബക്കർ മുസ്ലിയാർ പറയുന്നതായി കേട്ട വല്ല സംഭവവും ഉണ്ടോ എന്ന് ചോദിച്ചു. കേട്ട സംഭവം അദ്ദേഹത്തിന് ഉദ്ധരിക്കാനോ സാക്ഷി ഹാജരാക്കാനോ സാധിച്ചില്ല. പിന്നെയും അദ്ദേഹം ദുർവ്യാഖ്യാനം നടത്തുകയാണ്. പിന്നെ ഞാനൊരു ചോദ്യം ചോദിച്ചു, അങ്ങനെ ജീവിച്ചിരിക്കുന്ന ആളുകൾ, ജീവിച്ചിരിക്കുന്നവർക്ക് റളിയല്ലാഹു അൻഹു പറയണം എന്ന് വല്ല കിതാബിലും ഉണ്ടോ? ഒരു കിതാബും അദ്ദേഹത്തിന് ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പിന്നെയും നേരത്തെ ചെയ്ത അതേ പണി ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ജീവിച്ചിരിക്കുന്ന ആളുകൾ പരസ്പരം എന്നല്ല, സ്വന്തം കിതാബിൽ തന്നെ റളിയല്ലാഹു അൻഹു എഴുതി വെച്ച് നമുക്ക് കാണാം. അത് പിൽക്കാലത്തുള്ള ശിഷ്യന്മാർ എഴുതി വെച്ചതാണ് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രാർത്ഥനയുടെ വാചകങ്ങളായി തെർലിയത്ത് ചൊല്ലുക എന്ന നിലക്കല്ലാതെ നമ്മളും സാധാരണയായി അള്ളാഹു തൃപ്തിപ്പെടട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് പോലെ അറബിയിൽ ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ അതാ അറബി ഭാഷയിൽ അള്ളാഹു തൃപ്തിപ്പെടട്ടെ എന്ന പ്രാർത്ഥന നടത്തിയതുണ്ടെങ്കിൽ അതും റളിയല്ലാഹു അൻഹു ചൊല്ലുന്നതിന് തെളിവല്ല. ജീവിച്ചിരിക്കുന്ന ആളുകൾ പരസ്പരം സംസാരത്തിൽ റളിയല്ലാഹു അൻഹു പറയുന്നതിന്, ചൊല്ലുന്നതിന് തെളിവല്ല. ചൊല്ലുക അതിന് തെളിവല്ല. തൃപ്തിപ്പെടട്ടെ എന്ന് പറയാമോ, പറഞ്ഞുകൂടെ എന്നല്ല നമ്മുടെ തർക്കം. ഇതൊരു വലിയ തർക്കമായതുകൊണ്ട് പറയുകയല്ല. ഒരു പുതിയ ആചാരം അദ്ദേഹം നടപ്പാക്കി. എന്നിട്ട് അദ്ദേഹം അത് കുറെ മണിക്കൂറുകളോളം അതിന് ഇതുപോലെ ചില പ്രാർത്ഥനകൾ നടത്തിയ വാചകങ്ങൾ ഉദ്ധരിച്ചിട്ട് അദ്ദേഹം മറപിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അതൊന്നും തെളിവല്ല. അങ്ങനെ ഒരു പതിവ്, സാധാരണ നിലക്ക് അങ്ങനെ ഒരു പതിവ് ഏതെങ്കിലും ഒരാൾ തൃപ്തി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോ ഇല്ലേ എന്നതല്ല നമ്മുടെ വിഷയം. തെർലിയത്ത് ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, സലാം ചൊല്ലുക, അതുപോലെ തറഹമ് ചൊല്ലുക, അങ്ങനെ ചൊല്ലുന്ന ഏർപ്പാട്, പേര് പറയുമ്പോഴൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന ഒരു ഏർപ്പാട്, അത് നമ്മൾ മുൻഗാമികളിൽ നിന്ന് കണ്ടിട്ടില്ല. ഇനി അങ്ങനെ ചെയ്യണം എങ്കിൽ ചെയ്യണം എന്ന് വല്ല കിതാബുകളിലും അത് സഹീഹായ നിലക്ക് തെളിയിക്കണം. അത് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അദ്ദേഹത്തിനുണ്ടായ വലിയ മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ കാരണത്താൽ ഉണ്ടായ പല വാദങ്ങളും ഞാൻ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ കേൾപ്പിച്ചു. അതിൽപ്പെട്ട ഒരു മാറ്റമാണ് ഈ പുതിയ റളിയല്ലാഹു അൻഹു. ചിലപ്പോൾ പ്രഷർ കുറഞ്ഞു പോയാൽ തല കറങ്ങുന്നത് പോലെ, പഞ്ചസാരയുടെ രോഗമുള്ളവർക്ക് ചിലപ്പോൾ കുരുവുണ്ടാകുന്നത് പോലെ പുതിയൊരാശയം മനസ്സിൽ വന്നതിന്റെ പേരിൽ ഒരു പുതിയ ആചാരം ഉണ്ടായതാണ്. എന്നാൽ ഞാൻ ഇന്ന് അദ്ദേഹത്തിന് മറുപടി അദ്ദേഹത്തെ കൊണ്ട് തന്നെ പറയിക്കുകയാണ്. അദ്ദേഹം തന്നെ മറുപടി പറയാണ്. അതായത് ന്യൂ കക്കാട് ഫൈസിക്ക് ഓൾഡ് കക്കാട് ഫൈസിയുടെ മറുപടി. ഞാൻ ഈ പറഞ്ഞ ആശയം എന്താശയം? റളിയല്ലാഹു എന്ന് പറയുന്നതും സലാത്തിൽ നിന്നൊക്കെ സമ്മാനമാണ് എന്ന് അദ്ദേഹം പറയുന്നത് ആദ്യമായി കേൾപ്പിക്കുന്നു. ആശംസകൾ, അഭിവാദനങ്ങൾ വെച്ചു കൊടുത്താ മോനെ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയാതിരിക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം അങ്ങനെ ഒരു അടിസ്ഥാനം വെച്ചിരിക്കുകയാണ്. അവരുടെ പേര് ചുമ്മാ അങ്ങ് പറഞ്ഞു പോയാൽ പോരാ. നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണോ, നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണോ, നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണോ. ഖുർആനാ പറഞ്ഞത്. അവരുടെ പേര് ചുമ്മാ പറഞ്ഞു പോയാൽ പോരാ. അവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോ ഇതിപ്പോ ഏതായിരുന്നാലും അഭിനന്ദനമാണ്, സമ്മാനമാണ്, അതെ അഭിവാദനമാണ്, ആശംസയാണ് എന്നത് അദ്ദേഹം ഇപ്പോൾ സമ്മതിച്ചല്ലോ. അവർ കേവലം പ്രാർത്ഥനയല്ല. അദ്ദേഹം ഇവിടെ എനിക്കെതിരെ ഉദ്ധരിച്ച എല്ലാ വാചകങ്ങളും പ്രാർത്ഥനയുടെ വാചകങ്ങളാണ്. ഇനി അത് പിൻതലമുറയിലുള്ളവർ മുൻഗാമികൾക്ക് വേണ്ടിയാണ് പറയേണ്ടത്, അതാത് കാലഘട്ടത്തിലുള്ളവർ അപ്പുറം ഇപ്പുറം പറയലല്ല എന്ന ആശയം അദ്ദേഹം പറയുന്നത് കേട്ടോളൂ.
നൂഹ് അലൈഹിസ്സലാം കടന്നുപോയ ആളാണ്. അദ്ദേഹത്തിന് നാം അവശേഷിപ്പിച്ചിരിക്കുന്നു. ഫിൽ ആഖിരീൻ, പിൻതലമുറയിലുള്ളവരിൽ നിന്നും പിൻതലമുറയിൽ അദ്ദേഹത്തിന് ലഭിക്കുവാനായി നാം അവശേഷിപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ. എന്താ അതിന്റെ അർത്ഥം? ഖുർആനിക തത്വം അറിയുന്ന മുഅ്മിനീങ്ങളെ നിങ്ങൾ നിർവഹിക്കണം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പിൻതലമുറയിൽ നിന്ന് ലഭിക്കുവാനുള്ളതാണെന്ന് അള്ളാഹു പറഞ്ഞതാണ്. പിൻതലമുറയിൽ നിന്ന് ലഭിക്കുവാനുള്ളതാണെന്ന് അള്ളാഹു പറഞ്ഞതാണ്. എന്ത്? സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ. ലോകത്തുള്ള നല്ല ജനങ്ങളുടെ കൂട്ടത്തിൽ സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരിൽ അള്ളാഹുവിൽ നിന്ന് സലാം വർഷിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ. അപ്പൊ പിൻതലമുറ ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ, പിൻതലമുറയിൽ നിന്ന് വേണം. ഇനിയും കേട്ടോളൂ, കഴിഞ്ഞു പോയവർക്ക് വേണം. ഓരോ ടേമിലുള്ളവർക്ക് ഓരോന്നാണെന്നുണ്ട്. ശരിക്കും കേട്ടോളൂ. യോഗ്യതക്കനുസരിച്ചൊക്കെ പറയും. റളിയല്ലാഹു അൻഹു എന്ന് പറയും സഹാബത്തിനെ പറ്റി, റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയും. വേറൊരു ടേം ഉണ്ട് നമ്മളൊക്കെ സാധാരണ ഉപയോഗിച്ചു വരുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു, അങ്ങനെ പറയാം. അവരുടെ കിടപ്പിടത്തെ അള്ളാഹു പ്രകാശപൂരിതമാക്കി കൊടുക്കട്ടെ. എന്തായാലും സ്നേഹാശംസയാണ്. ഇത് ലോകാവസാനം വരെയുള്ള മുസ്ലിമീങ്ങൾ കഴിഞ്ഞുപോയവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. കണ്ടോ? കഴിഞ്ഞുപോയവർക്ക് ലോകാവസാനം വരെയുള്ളവർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിലിടക്ക് പിന്നെ ഇപ്പോഴുള്ളവർക്ക് എന്നെ കൊടുക്കാൻ തുടങ്ങിയത്. ഇദ്ദേഹം ഇപ്പോൾ മാറ്റം വന്നതിന് ശേഷം ഇബ്നു തൈമിയ്യയുടെ പേര് പറയുമ്പോൾ, ഇബ്നുൽ ഖയ്യിമിന്റെ പേര് പറയുമ്പോൾ, ഇമാം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയാൻ തുടങ്ങി. നമ്മൾ മുമ്പ് കക്കാടിൽ നിന്ന് കേട്ടിട്ടില്ല. കക്കാടും മയദിനെയും ചോദിക്കുന്ന സമസ്ത എന്തിനാ നടപടി എടുത്തതെന്നാ, എന്തിനാ ഇത് പറയാൻ തുടങ്ങിയെന്നാ നമ്മളെ ചോദ്യം. പണ്ട് പറയാത്തതിനെ ഇപ്പൊ പറയാൻ തുടങ്ങിയത്. സുബ്ഹാനല്ലാഹ്. അത് കക്കാടി വാശി പിടിച്ച് പറയൂന്ന് തന്നെ ഉറപ്പിച്ചിട്ട് തെളിവൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ പണ്ട് നമ്മള് ആലും തറയെന്ന് കേട്ട തെളിവാ. ഇപ്പൊ മൂപ്പര് എടുത്തു പറഞ്ഞിട്ടുണ്ട് കക്കാടിന്റെ സീഡിയിൽ തെളിവ്. എന്റെ മൂപ്പര് അതിനെ നമ്മളെ ചോദ്യം ചെയ്യാൻ വേണ്ടിച്ചു. അതിന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹിനോ അല്ലെങ്കിൽ അൽ ഇമാം എന്നൊക്കെ ചേർത്ത് പറഞ്ഞിട്ട് എന്തിനാണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പുതിയൊരു പരിപാടി തുടങ്ങി? ഇവരൊക്കെ വലിയ മഹാന്മാരാണെന്ന് വരുത്തിയിട്ട് സാധാരണക്കാരായ ആളുകളുടെ അവർക്കൊക്കെ വിവരം ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അവർ സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിങ്ങളാണെന്ന് വരുത്തി തീർത്തിട്ട് എന്തിനാണ് നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്, ഭിന്നിപ്പുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോ മൂപ്പര മറുപടി, മർക്കസു സഖാഫത്തി സുന്നിയൊക്കെ തറക്കല്ലിട്ട ആളാണ് ആര്? മുഹമ്മദ് അലവി മാലിക്കി. ആ മുഹമ്മദ് അലവി മാലിക്കിയുടെ മഫാഹിമു യജിബു അൻ തുസഹഹ എന്ന ഈ കിതാബില് മൂപ്പര് ശൈഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റഹിമഹുല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ ഇതിനെ സംബന്ധിച്ച് മുമ്പ് വളരെ വിശദമായി ഇദ്ദേഹം ഈ പറയുന്ന അതേ വാദം ആലുന്തറ ശൈഖ് എന്ന് പറഞ്ഞ ശൈഖിന്റെ ശിഷ്യൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ അതിനെ സംബന്ധിച്ച് വിശദമായി അന്ന് ഇത് നോക്കി വായിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ഒറ്റ വാക്കില് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് ബഹുമാനപ്പെട്ടവർ അതിനെ സംബന്ധിച്ച് ഈ കിതാബിനെ സംബന്ധിച്ച് ആദ്യം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ചില വാചകങ്ങൾ ഇതിൽ വരും എന്നതിന് പ്രത്യേകം ബഹുമാനപ്പെട്ടവർ കാരണം ബോധിപ്പിക്കുന്നുണ്ട്. അതിനെന്താ പറഞ്ഞെന്നറിയോ? ഇതൊരു സാധാരണ ഗ്രന്ഥമല്ല. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളും കൂടി അവരെ കൊണ്ടും കൂടി വായിപ്പിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു ഹിക്മത്തിലൂടെ എഴുതിയ ഒരു ഗ്രന്ഥമാണിത് എന്ന് പ്രത്യേകം മഹാനവറുകൾ തുടക്കത്തിൽ പറയുന്നുണ്ട്. എത്രത്തോളം എന്നറിയോ? വദാലിക അന്നഹു അഅത സിഖത ലിൽ മുആനിദി ലിയതഖദ്ദമ വയതകല്ലമ ويحس بنفسه وبموقعه وبأنه كائن حي له عقله فلا بد أن يعقل وله فهمه فلا بد أن يفهم وبعد هذا التعقل والتفهم لا بد أن نسمع منه ثمرة عقله وثمرة فهمه فقال تعالى وإنا أو إياكم لعلى هدى أو في ضلال مبين. ഖുർആനിൽ നിങ്ങൾ ഒരു ആയത്ത് കണ്ടില്ലേ?
ആയത്തിൽ എന്താ പറയുന്നത്? നമ്മള് അല്ലെങ്കിൽ നിങ്ങള് സന്മാർഗത്തിലാണ് അല്ലെങ്കിൽ പിഴവിലാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംശയ നമ്മൾ ഹിദായത്തിലും മറ്റൊരു ദലാലത്തിലാണെന്ന് ഉറപ്പല്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞത്? ഇങ്ങനെ പറഞ്ഞതിന് ഒരു സൂത്രമുണ്ട്. അദ്ദേഹം പറയാണ്, ഹക്കദാ അമറല്ലാഹു തആല നബിയഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യഖൂല ലിൽ മുശ്രികീനൽ മുബ്തിലീന ളാല്ലീന അല്ലദീന ലാ ദീന ലഹും സഹീഹുൻ വലാ അഖീദത്തുൻ മുഅ്തബറത്തുൻ ഇൻദൽ ജിദാലി വൽ മുനാഖസ. ഒരു ദീനമില്ലാത്ത, ഒരു വിശ്വാസവുമില്ലാത്ത, ഒരടിസ്ഥാനവുമില്ലാത്ത മുശ്രിക്കീങ്ങളോട് ഈ നിലക്ക് പറയാൻ നബിയോട് അല്ലാഹു കൽപ്പിച്ചില്ലേ? ഇൻദൽ ജിദാലി വൽ മുനാഖസ, പരസ്പരം സംവാദം നടത്തുമ്പോ ഇമ്മാ അൻ നകൂന അന അലാ ഹുദൻ ഔ അൻതും വ ഇമ്മാ അൻ നകൂന അലാ ളലാലിൻ ഔ അൻതും. അതെ, ഒന്നുകിൽ ഞാൻ വഴികേടിലാണ് അല്ലെങ്കിൽ സന്മാർഗത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ വഴികേടിലാണ് സന്മാർഗത്തിലാണ്. ഇത് സംവാദ സമയത്ത് അവരുടെ മനസ്സ് പിടിക്കാൻ വേണ്ടി പറയുന്ന വാചകമാണ്. വമിൻ ഹാദൽ മുൻദലഖി ഉഖദ്ദിമു ഹാദിഹിൽ മഫാഹീമ അൻ ബഅദിൽ ഖളായൽ ഇസ്ലാമിയ്യത്തിൽ മുഖ്തലഫി ഫീഹാ ബൈനൽ ഉലമാഇ വല്ലതി ലാ യസ്തതിഉ അഹദുൻ അൻ യഖൂല ഇന്നഹു ഇത്തഫഖത് അറാഉൽ ഉലമാഇ ഫീഹാ അലാ കലിമത്തിൻ വാഹിദ. ഇന്നുള്ള പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെല്ലാവരും യോജിച്ചു എന്നൊരഭിപ്രായം വരാത്ത പണ്ഡിതന്മാരെന്ന പേരിൽ പ്രവർത്തിക്കുന്ന പലരും ഭിന്നത പ്രകടിപ്പിച്ചിട്ടുള്ള ഈ ചില ഇസ്ലാമികമായ വിഷയങ്ങളിൽ ഞാൻ ഈ മഫാഹിം എന്ന ഗ്രന്ഥത്തെ ഈ ശൈലിയിലാണ് നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരുന്നത്. കാരണം പിഴച്ചുപോയ ആളുകളും കൂടി അടുത്തു വന്ന് ഇതൊന്ന് ശ്രദ്ധിക്കാനും ഇതൊന്ന് മനസ്സിലാക്കാനുമാണെന്ന് അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മളെ ഇമാമിങ്ങളെയും പണ്ഡിതന്മാരൊക്കെ പറയുമ്പോ ഇമാം ശൈഖുൽ ഇസ്ലാം എന്നൊക്കെ കൂട്ടി പറഞ്ഞു. അതേ സമയത്ത് അവരത് പറയുമ്പോ ഒന്നും പറയാതിരിക്കുമ്പോ ഇതെന്ത് ഞങ്ങളാളുകളൊന്നും തീരെ നിസ്സാരപ്പെടുത്തുകയാണല്ലോ എന്ന നിലക്ക് പുത്തൻവാദികള് ഇത് വായിക്കാതെയായി പോകുന്ന ഒരു ചുറ്റുപാടുണ്ടാകരുത് എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്തതാണ്. അവരത് ഗ്രഹിക്കാൻ വേണ്ടി ഒരു മസ്ലഹത്തിന് വേണ്ടി ചെയ്തതാണ്. അത് ബഹുമാനപ്പെട്ടവർ തുടക്കത്തിൽ ഈ കിതാബിന്റെ 29ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ മുമ്പ് വളരെ വിശദമായി സംസാരിച്ചതാണ്. പക്ഷെ കക്കാട് പോട്ടെ, സ്വന്തം ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ഈ ഗ്രന്ഥം അദ്ദേഹം ഇത് കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇയാൾക്ക് ഇതയാൾ കാണാത്തോണ്ടാ, പക്ഷെ അയാൾ മൂടിയൊക്കെയാണ്. അയാൾക്ക് ഒരു പുതിയ ആചാരം ഉണ്ടാക്കാൻ വേണ്ടി മൂടിയൊക്കെയാണ്. അയാൾ കാണായിട്ടാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അയാൾ മൂടി വെക്കുകയാണ്. അല്ലേ മനസ്സിലാഞ്ഞിട്ടോന്ന് അല്ലാഹു അലം. അല്ലാഹു തആല നന്നാകട്ടെ. ഇനി ഇതിൽ തന്നെ അദ്ദേഹം എല്ലാരെ പറ്റിയും പറയുന്നുണ്ട്. സലഫിയത്തിനെ പറ്റി നന്നായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫൽനത്റുകുൽ ജിദാല ലി ശൈഖുൽ ഇസ്ലാം, നമ്മൾ തർക്കം അവിടെ വെച്ചിട്ട് ശൈഖുൽ ഇസ്ലാമിനെ വിടുക, മൂപ്പര് പറയട്ടെ എന്ന് പറഞ്ഞ് മൂപ്പര് വിഷയം പറയുന്നുണ്ട്. അപ്പൊ എന്നിട്ട് നീയാണ് ഇബ്നു തൈമിയ്യനെ ഉദ്ധരിക്കാൻ. അപ്പൊ അങ്ങനെ ഒരു ശൈലിയാണ് ഈ പുസ്തകത്തിന്റെ ശൈലി. അല്ലാതെ അദ്ദേഹം ബഹുമാനാദരവോടെ വലിയ ഇമാമാണ്, നിങ്ങളൊക്കെ ഇബ്നു തൈമിയ്യ പറയും പോലെ ജീവിക്കണം എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കക്കാടും കക്കാടിനെ പോലത്തെ ചിലരും ചോദിക്കുക, ഈ ആളല്ലേ നിങ്ങളെ ഇതിന് തർക്കല്ലിട്ട് മർക്കസിന് ആ തർക്കല്ല് പൊളിക്കണ്ടേ? ആ തർക്കല്ല് പൊളിക്കണ്ട, പിന്നെ ഉള്ള ബുദ്ധി കൊണ്ട് ഈ ഒന്ന് ചിന്തിച്ചിട്ട് ഉള്ള കണ്ണുകൊണ്ട് ഇതൊന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മളോട് ആരോടൊന്നും ചോദിച്ചാൽ മതി. തർക്കല്ലൊന്നും പൊളിക്കണ്ടില്ല. അത് ചോദിച്ചു പഠിച്ചാൽ മതി. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. പഴയ കാലത്ത് ഇബ്നു തൈമിയ്യയുടെ പേര് അദ്ദേഹം ഇതേ പ്രസംഗത്തിൽ പറയുന്നു. ഇബ്നുൽ ഖയ്യിമിന്റെ പേര് പറയുന്നു. ഇമാം എന്ന് കൂട്ടുന്നുണ്ടോ നോക്കിക്കോളി. ശൈഖുൽ ഇസ്ലാം എന്നുള്ളത് വാസ്തവം പറഞ്ഞാൽ അതങ്ങ് കൂട്ടിയാൽ തന്നെ ശൈഖുൽ ഇസ്ലാം എന്ന് പറയുന്നുണ്ടല്ലോ, അത് ശൈഖുൻ ഫിൽ ഇസ്ലാം എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്. ഇസ്ലാമിലുള്ള ഒരു മൗലവി എന്നാണ്, ഒരു ഗുരുനാഥൻ എന്നാണ് അതിന്റെ അർത്ഥം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഒരാൾ പറഞ്ഞാൽ കുഴപ്പമില്ല. അതേ സമയത്ത് അതൊരു മഹത്വവൽക്കരിച്ച് പറയുകയാണെങ്കിലാണ് കുഴപ്പം. ശൈഖുൻ ഫിൽ ഇസ്ലാം, ഇപ്പൊ നമ്മൾ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ്, അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് എന്നൊക്കെ പറയുന്നത് ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഒരു ഗുരു എന്ന അർത്ഥത്തിൽ പറയാറുണ്ട്. ആ അർത്ഥത്തിൽ പറഞ്ഞാൽ ഷെയ്ഖ് മുഖ്താർ എന്നൊക്കെ അതും പറയലുണ്ട് നമ്മൾ. അതെന്താണ്? അത് ഇയാളെ പോലത്തെ ഗുരു. അപ്പൊ ആ നിലക്ക് ഷെയ്ഖ് എന്ന് പറയൂ. ആ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഷെയ്ഖുൻ ഫിൽ ഇസ്ലാം എന്ന നിലക്ക് പറയുകയാണ് എന്ന് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതായി അർദുൽ വാഫിറിലൊക്കെ ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ തന്നെ അത് ബഹുമാനാദരവായി പറയുന്ന സ്വഭാവം മുമ്പ്
കക്കാടിനുണ്ടായിരുന്നില്ല. ഇമാമു എന്നൊക്കെ പറഞ്ഞ് റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. ഓർഡിനറി ആയിട്ട് പഴയ കാലത്ത് ഇബ്നു തൈമിയ്യ പേര് പറയുന്നത് കേട്ടോളി. ഉണ്ടായിരുന്നു. ചിലപ്പോഴെല്ലാം പരിശുദ്ധ ഖുർആൻ മുഴുനീളം ഖത്മ തീർത്തുകൊണ്ട് ഖബറുകൾ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം തന്റെ കിതാബ് റൂഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ടോ, ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം ഓർഡിനറി. ഇപ്പൊ വെറുതെ ഇങ്ങനെ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരും. പിന്നൊരു സംഗതി ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ. പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഖഫിയായ ദിക്റല്ലാത്തത് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു എന്നൊരു പച്ച കള്ളം കക്കാട് പറഞ്ഞു. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് ഉദ്ധരിച്ചു. ഞാൻ ചോദിച്ചു, അങ്ങനെ പൊന്മള എഴുതിയതായിട്ട് കാണിക്കാൻ സാധിക്കുമോ, ഉപേക്ഷിക്കണമെന്ന് എഴുതിയത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിച്ചു. അതിന് മൂപ്പര് ഉപേക്ഷിക്കണമെന്ന് എഴുതിയ ചൂണ്ടിക്കാണിച്ചോ? ഈ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചോ? കാണിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം വേറൊരു ഉദ്ധരണി ഉദ്ധരിക്കാണ്. ആ ഉദ്ധരണിയിൽ ഉപേക്ഷിക്കണമെന്നില്ല. എന്താണ്? ഇതര ദിക്റുകൾ വിട്ട് രഹസ്യമായ ദിക്റുകളിൽ മുഴുകുക. അപ്പൊ മൂപ്പരായിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യാണ്, കണ്ടുപിടിക്കുകയാണ്. ഇതര ദിക്റുകൾ വിട്ട് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കണമെന്നല്ലേ? നല്ല കോളായി, നല്ല കോളായി. വിട്ടു എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കണമെന്നാ? വിട്ടു എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കണമെന്നാ? ഖഫിയായ ദിക്ർ ചൊല്ലുന്ന ഒരു മഖാമും ഒരു ദറജയും ഉണ്ട്. സാധാരണ നിലക്ക് ദിക്ർ ചൊല്ലുന്ന ഒരു ദറജയും ഉണ്ട്. ഇത് മഖാമാണ്, സ്ഥാനങ്ങളാണ്. അപ്പോൾ ഖഫിയായ ദിക്ർ ചൊല്ലുന്ന മഖാമിലേക്ക് കയറിക്കൊണ്ട് ചെയ്യുമ്പോ വാരിദായ ദിക്ർ വേണ്ടാന്നല്ല. അൻ എന്നാണ് ആ മൂലഗ്രന്ഥമായ കിതാബിലുള്ള ഉദ്ധരണിയിൽ അൻ എന്നാണ് പറഞ്ഞത്. അൻ എന്നതിന് ബഅദ് എന്ന് അർത്ഥമുണ്ട്. അപ്പൊ അതിനർത്ഥം ഇതും അതിന്റെ പുറമേ അതിന്റെ ശേഷം ഖഫിയായ ദിക്ർ, അതായത് മുഴുകുന്ന ദിക്ർ ഖഫിയായ ദിക്ർ, മറ്റത് വാരിദ് മാത്രം കൊണ്ടുവരിക. അല്ലാതെ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പറഞ്ഞത് വാരിദായ ദിക്റൊന്നും വേണ്ടാന്നാണ് എന്ന് പറഞ്ഞാൽ അത്തഹിയ്യാത്ത് ഓതണ്ടാന്നാ, അല്ലാഹു അക്ബർ നിസ്കാരിച്ച് ചൊല്ലണ്ടാന്നാ, ബാങ്ക് കൊടുക്കണ്ടാന്നാ എന്നല്ല അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പറഞ്ഞതുമല്ല. അത് അബൂ നഈം റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിലുള്ളതാണ്, ഉദ്ധരിച്ചതാണ്. അപ്പൊ അൻ എന്നതിന് അവിടെ ഉദ്ദേശം വാരിദ് കഴിച്ച് ബാക്കി എപ്പോഴും മുഴുകുന്ന ദിക്ർ, അത് രഹസ്യമായ ദിക്റുകളിൽ മുഴുകുക. അപ്പൊ രഹസ്യമല്ലാത്തതോ അത് വാരിദ് കൊണ്ടുവരിക. അതാണ് ഇതര ദിക്റുകൾ വിട്ട് രഹസ്യമായ ദിക്റുകളിൽ മുഴുകുക. മുഴുകുന്നത് രഹസ്യമായ ദിക്റിലാണ്, മറ്റത് വാരിദ് മാത്രം കൊണ്ടുവരികയാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, കാന്തപുരം ഉസ്താദിനെ എന്താണ് ഇയാളെ വിമർശനം എന്നറിയോ? കാന്തപുരം മുസ്ലിയാർ തന്നെ വിമർശിക്കുന്നത് കേട്ടോളി. ഞാൻ എന്റെ മറുപടി ഇവിടെ പറഞ്ഞുതരാം. എന്ന് വെച്ചോട്ടവനെ കാന്തപുരം മുസ്ലിയാർ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവിടെയുള്ള പല പണ്ഡിതന്മാരോടും ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ പറ്റി ഞങ്ങൾക്ക് അറിഞ്ഞതൊക്കെ തെറ്റാണ്. എനിക്ക് പറയാൻ വിഷമുണ്ട്. സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരൊറ്റ പണ്ഡിതന്റെ പേര് അദ്ദേഹത്തിന്റെ രേഖാമൂലം കാന്തപുരം തെളിയിക്കട്ടെ. വഹാബികൾ പറഞ്ഞിട്ടുണ്ടാവും, ഭീകരവാദികൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ തസവൂഫിന്റെ ശത്രുക്കൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ കേട്ടോ, അതായത് ഇവരെ തെരീക്കത്തിന്റെ ആള് മോശാണ് എന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ഒരാൾ പറഞ്ഞില്ല, വഹാബികൾ പറഞ്ഞിട്ടുണ്ടാവും. ഇനിയും ഒന്നുകൂടി ബാക്കി വെച്ചു കൊടുക്കുമോനെ. കൊടിയ വഹാബിയുടെ ഫത്വ ഈ തരീഖത്തിനെതിരിൽ AP അബൂബക്കർ മുസ്ലിയാർ സ്റ്റേജിൽ വായിച്ചിട്ടുണ്ട്. അത് വഹാബിന്റെ ഫത്വയാണ്. അപ്പോ കൊടിയ വഹാബിന്റെ ഫത്വ കാന്തപുരം ഉസ്താദ് സ്റ്റേജിൽ വന്ന് വായിച്ചിട്ടുണ്ട്. ഇനി അടുത്തും കൂടി വെക്ക്, ഒന്നുകൂടി. എന്റെ ഞാൻ മറുപടി ലാസ്റ്റേ പറയൂ. ഉസ്താദിനെ പറ്റി അയാൾ പറഞ്ഞ എല്ലാവരും ഒന്ന് അറിയട്ടെ. തരീഖത്തിനെയും സുന്നത്ത് ജമാഅത്തിനെയും തവസ്സുലിനെയും ഇസ്തിഗാസയെയും 100% എതിർക്കുന്ന ഒരു കൊടിയ വഹാബി അദ്ദേഹത്തിനെ പറ്റി എന്ത് ആരോപണം എഴുതി? തരീഖത്ത് കള്ളത്തരാണ്, കുഫ്റാണെന്ന് എഴുതി. കുഫ്റാണെന്ന് എഴുതാൻ അദ്ദേഹം ഉന്നയിച്ച തെളിവെന്താണ്? ആ കുഫ്ർ ആര് ചെയ്തിക്കണ്? മൊഹീദ്ദീൻ ശൈഖും ചെയ്തിക്കണ്. ഈ വഹാബി മൗലവി മിസ്റിലുള്ള ഒരു അത്തിയ്യ സഖർ, അയാൾ സയ്യിദി മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാഫിറാണ് എന്നതിന് തെളിവായി ഉദ്ധരിച്ച ഒരു കാരണമുണ്ട്. ആ കാരണം ആര് ചെയ്തിക്കണ്? മൊഹീദ്ദീൻ ശൈഖ് ചെയ്തിക്കണ്, മൊഹീദ്ദീൻ ഇബ്നു അറബി ചെയ്തിക്കണ്, സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ചെയ്തിക്കണ്. വേണ്ട, തോനൊന്നും പറയണ്ട. ഇത് കേട്ടില്ലെങ്കിൽ കേട്ടോ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസംഗത്തിലെ
ഒരു മിനിറ്റ് അവിടെ ശരിക്കും മനസ്സിലാക്കണം. 12 കളവ് പറയുന്നുണ്ട് ഇയാൾ ഈ ഒറ്റ ക്ലിപ്പിൽ. 12 കളവ്. അതിൽ ഇപ്പൊ പറയുന്ന എല്ലാം കളവാ, ആദ്യം മുതൽ അവസാനം വരെ കളവാ. ഓരോന്നോരോന്ന് വേണമെങ്കിൽ എണ്ണിക്കോളി. ഒന്ന്, അയാൾ പറഞ്ഞു അത്തിയ കാഫറാക്കി, കളവാണ്. അത്തിയ സക്കർ എന്ന് പറയുന്ന പണ്ഡിതൻ ഇവരെ ഷെയ്ഖിന്റെ ഷെയ്ഖ് കാഫറാണ് എന്ന് അദ്ദേഹം വിധിച്ചിട്ടില്ല. അദ്ദേഹം വിധിച്ചത് എന്താണെന്ന് ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നെ പറയും. അദ്ദേഹം അവരെ തരീഖത്തിനെ അംഗീകരിച്ചിട്ടില്ല, തള്ളുകയും ചെയ്തിരിക്കുന്നു. പക്ഷെ കാഫറാന്ന് വിധിച്ചിട്ടില്ല. അത് കളവാണ്. ഒന്ന്. രണ്ടാമത്തത്, കാഫറാണ് എന്ന് വിധിക്കാനുള്ള കാരണം എന്താണോ അതേ കാരണം മുഹീദ്ദീൻ ഷെയ്ഖ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു, അതും കളവാണ്. ഇബ്നു അറബി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു, അതും കളവാണ്. അലി റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട് പറഞ്ഞു, അതും കളവാണ്. പിന്നെ അങ്ങോട്ട് പറയുന്നതൊക്കെ അങ്ങനെ 12 കളവ് ഈ ക്ലിപ്പിൽ അയാൾ പറയുന്നുണ്ട് അയാളുടെ പ്രസംഗത്തിൽ. അപ്പൊ ബാക്കി ചുരുക്കി ഇൻഷാ അല്ലാഹ് അവസാനം പറഞ്ഞുതരാം. ഉദ്ധരണിയുണ്ട്. അത് മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ലോകത്ത് ജനിക്കുന്നതിന്റെ എത്രയോ മുമ്പ് ജീവിച്ച സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളുടെ കിതാബിലുണ്ട്. ഖുത്ബത്തു അലി നായിന്റെ പേര്, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖുത്ബ. അലി റളിയല്ലാഹു അൻഹു ഖുത്ബയിൽ വമ്പം പ്രസംഗം ചെയ്തിട്ടുണ്ട്. വലിയ ചോദ്യമാണ്. ഇസ്അലൂനി ഖബ്ല അൻ തഫ്ഖദൂനി. ആ പ്രസംഗത്തിന് ആരംഭം അങ്ങനെയാണ്. എന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ. വഅന അഅലമുകും ബിദുറൂബിസ് സമാഇ. ആകാശലോകത്തുള്ള പാഠങ്ങളെക്കുറിച്ച്, വഴികളെക്കുറിച്ച്, ഭൂമിയിലുള്ള വഴികളെക്കുറിച്ച് നിങ്ങൾക്കറിയുന്നതിനേക്കാൾ എനിക്കറിയാം. അല്ലാത്ത വാക്കാ. ആര് പറഞ്ഞതാണ്? സയ്യിദുൽ ഇമാം അലി റളിയല്ലാഹു അൻഹു. ആകാശങ്ങളിലെ വഴികളെക്കുറിച്ച്, ഭൂമികളിലുള്ള വഴികളെക്കുറിച്ച് നിങ്ങൾക്കറിയുന്നതിനേക്കാളും പരിജ്ഞാനമുണ്ട്. എന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ സംസാരിക്കുകയാണ്. ആ പ്രസംഗം എവിടെ ഉണ്ട്? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങൾ എഴുതിയ കിതാബുകളിൽ ഉണ്ട്. നമ്മൾ പഠിച്ചു വെക്കണം. അതങ്ങനെ സഹീഹായ നിലക്ക് ഒരു കിതാബിലും ഇല്ല. ഏതോ കിതാബിൽ എന്തോ കാണുമ്പോഴേക്ക് അതൊക്കെ ഉദ്ധരിക്കാനുള്ള ഇൻഷാ അല്ലാഹ് ശേഷം പറയും. പല കിതാബിലുണ്ട്. ആര് വരുന്നതിന് മുമ്പ്? മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ലോകത്ത് ജനിക്കുന്നതിന് മുമ്പ് എഴുതപ്പെട്ട കിതാബിലൊക്കെ ഉണ്ട്. അപ്പോഴ് മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു കിതാബ് ഉണ്ടാക്കിയപ്പോ അലി റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തിയ ഭാഗത്ത് ഈ ഖുത്ബ എടുത്തു കൊടുത്തു. ഇതാര് വായിച്ചു? ഒരു വഹാബി വായിച്ചു. വഹാബിക്ക് അത് ഒരിക്കലും ദഹിക്കൂല. ഇത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, ഏത് കിതാബിലാണെന്ന് നോക്കാനുള്ള വിവരം ആർക്കില്ല? അത്തിയക്കില്ല. അത്തിയ വഹാബി അല്ല, അത് ജാമിഉൽ അസ്ഹറിൽ മിസ്റിലെ മുഫ്തിയാണ്. മിസ്റിലെ മുഫ്തി ദിയാരി മിസ്റിലെ വലിയ മുഫ്തിയാണ്. അദ്ദേഹം വഫാത്തായി പോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഒരു വലിയ ആലിമിനെ പിടിച്ച് വഹാബിയാക്കാണ്. എന്തിന്? ഈ മുഖ്താറിന്റെ ആശയം ശരിയാന്ന് വരാൻ. പിന്നെ ഒരു കാര്യം പറയട്ടെ, അത്തിയ സക്കർ അല്ലത് പറഞ്ഞതു. അപ്പറഞ്ഞ തന്നെ പറഞ്ഞു അത്തിയ സക്കർ അല്ല. അയാൾക്ക് വായിക്കാൻ അറിഞ്ഞാത്തോണ്ടാണ്. അത്തിയ സക്കർ വേറൊരു പണ്ഡിതനെ ഉദ്ധരിക്കുക ചെയ്തത് ആയിരിക്കട്ടെ. ബാക്കിയോട് വെക്കട്ടെ, പറയട്ടെ. എന്റെ ഉസ്താദിനെ സ്വീപ്പാക്കുന്ന ആ ഒരു ഉദ്ധരണി വെച്ചിട്ട് കാഫിറാണ്. കാരണം അനർ റഹ്മാൻ എന്ന് ആര് പറയുന്നുണ്ട്? അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടില്ല. അനർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ പാടില്ല. അത്തിയ സഖർ ഫത്വ എഴുതുകയാണ്, ഇത് എഴുതിയ മുഹമ്മദ് ഉസ്മാൻ കാഫിറാണ്. അങ്ങനെ എഴുതിയിട്ടില്ല. അങ്ങനെ ഫത്വയിൽ എഴുതിയിട്ടില്ല. കളവാണ്. അതേ ഫത്വ ഇന്റർനെറ്റ് കൊടുത്തു. ഇന്റർനെറ്റിൽ അതിന്റെ തൊട്ടപ്പുറത്തെ ഫത്വയിൽ എന്തുണ്ട്? ഇത് പറഞ്ഞ മുഹീദ്ദീൻ ബിൻ അറബി കാഫിറാന്നുണ്ട്. ഇല്ല. പറ. ഇത് പറഞ്ഞ മുഹീദ്ദീൻ ഷെയ്ഖ് കാഫിറാന്നുണ്ട്. ഇല്ല. ആ ഫത്വ വെച്ചിട്ടാണ് കണ്ണടക്ക വെച്ച് സ്റ്റേജും വന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാര് ഫത്വ ചോദിച്ചിരുന്നു. മിസ്റിലേക്ക് ഫത്വ വന്നിട്ടുണ്ട് എന്നാ പറഞ്ഞത്. തലേ ദിവസം ഇന്റർനെറ്റിൽ നിന്ന് കോപ്പി എടുത്താ. എന്നിട്ട് മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാഫിറാണ് എന്ന് ആ ഫത്വ കണ്ട് വായിച്ചു. എന്താണ് തെറ്റ്? എന്റെ ബാക്കി പറ. ഞാൻ തിരിച്ചു ചോദിച്ചു. അതൊക്കെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി. എന്തിനു സങ്കടം? മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാഫിറായി പോകുന്നുള്ള സങ്കടമല്ല. ആ പ്രസംഗിച്ച ആൾക്ക് വിഷമം വരരുതല്ലോ. ഞാൻ പോയി ചോദിച്ചു, ഉസ്താദെ അത് അത്തിയ സഖർ കൊടിയ വഹാബി അല്ലേ? അദ്ദേഹത്തിന്റെ അതേ ഫത്വയെ തന്നെ വ്യക്തമായിട്ടില്ല. അപ്പൊ ആ ഫത്വ ഞാൻ എവിടുന്ന് വാങ്ങിക്കണ്? അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. അത് ഞാനവിടെ പോയി വാങ്ങിക്കണ്. അപ്പൊ ഇന്റർനെറ്റ് നിൽക്കും കിട്ടിക്കണ്. രണ്ടും കൂടി ഒത്തു നോക്കിയപ്പോൾ സെയിം ആണ്. അപ്പൊ ഞാൻ പറയും ചെയ്ത്, ഇനി ആവർത്തിക്കാതിരിക്കാനാണ് ഉസ്താദെ ഞാൻ ഇത് പറയണത്.
അതൊരു വഹാബി അല്ലേ അത്തിയ സക്കർ? അല്ല, അയാൾ വഹാബി അല്ല. അബ്ദുൽ വഹാബ് ഷഹറാനി റളിയല്ലാഹു അൻഹു കാഫിറാണെന്ന് അദ്ദേഹം തൊട്ട് താഴത്ത് എഴുതിയിട്ടില്ലേ? ഇല്ല, ഇമാം ഷഹറാനിയെ വളരെ ബഹുമാനിക്കുന്ന ആളാണ്. അതിന് പെട്ടെന്ന് നിന്നോട് മറുപടി പറഞ്ഞത് അയാളെ ഫത്വയൊന്നുമല്ല, ഉസ്താദിന്റെ ശബ്ദത്തിൽ സംസാരിക്കാൻ. മറുപടി പറഞ്ഞത് അയാളെ ഫത്വയൊന്നുമല്ല, വേറെ ആളെ ഫത്വകളൊക്കെ ഉണ്ട്. ഇന്ന് വരെ അള്ളാഹു തൗഫീഖ് ചെയ്ത് എന്താക്കിയിട്ടില്ല, വേറൊരാളെ ഫത്വ പുറത്തു കൊണ്ടുവന്നിട്ടില്ല. പച്ചക്കള്ളം. അത്തിയ സക്കറിന്റെ ഫത്വ തന്നെ വേറൊരു മഹാനായ പണ്ഡിതന്റെ ഫത്വ ഉദ്ധരിച്ചതാ. അതിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. അതാ ഉസ്താദ് പറഞ്ഞു, ഇയാൾക്ക് നോക്കാൻ അറിയാത്തോണ്ടാ. അതുകൊണ്ട് ആ ഉസ്താദിനെ വേറെ ആള് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ അത്തിയ സക്കറിനെ ഒരു ചർച്ച ചെയ്യണ്ട. വളരെ പെട്ടെന്നൊരു മറുപടി പറഞ്ഞാണത്. എന്നിട്ട് ഉസ്താദിന്റെ ശബ്ദത്തിൽ മൂപ്പര് അഭിനയിക്കുകയാണ്. ഉസ്താദിന്റെ ശബ്ദം കക്കാട് അഭിനയിച്ചാല് മുഖ്താർ മുഹീദ്ദീൻ ശൈഖായ പോലെ ഉണ്ടാവൂലേ? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയന്നെ വിവരക്കേട്, ഇങ്ങനെ കളവ്, ഇങ്ങനെ 12-13 കളവ ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞ്. ഇനി ഞാൻ വിശദീകരിക്കട്ടെ, കേട്ടോളി. എന്തായി അത്തിയ സക്കർ മുജാഹിദ വഹാബിയ? ഒന്നാമത്തെ ചർച്ച. വഹാബികൾ പറയുന്ന അയാൾ വഹാബി അല്ല. ഇത് മുൽത്തഖ അഹ്ലിൽ ഹദീസ് നെറ്റിൽ നിന്ന് എടുക്കുന്നതാണ്, ആർക്കും കിട്ടുന്നത്. എനിക്ക് മാത്രമൊന്നല്ല. അഖീദത്തു ശൈഖ് അത്തിയ സക്കർ, അതിനെ പറ്റിയാണ് ചർച്ച. ഈ ചർച്ചയിൽ ഇതിൽ അവരെന്താ അവസാന തീരുമാനം പറയുന്നത് അത്തിയ സക്കറിനെ സംബന്ധിച്ച്? അത് കേട്ടോളി. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് എന്തെങ്കിലും ഒന്ന് പറയിച്ചിട്ടേ വിടൂ എന്നുള്ള നിലക്ക് ഏത് ചില ചെറുപ്പക്കാർ ചോദിയിട്ടതാണ്. ഇയാൾ ആരാന്ന് പറയണോ? ഈജിപ്തിലെ വലിയ മുഫ്തിയാണ്, ഒരുപാട് ഫത്വ കൊടുത്ത ആളാണ്, വലിയ ആലിമാണ്. അപ്പൊ മൂപ്പരോടെ സംബന്ധിച്ച് വെച്ച് വഫാത്തായി പോയി. മൂപ്പര പ്രസംഗത്തിൽ ഫത്വ ഇങ്ങനെ പറയുന്ന ഫത്വ നമ്മളെടുത്തിട്ടുണ്ട്. പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നതിനെ സംബന്ധിച്ച് ഫത്വ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞെന്താ, എല്ലാ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്ന എല്ലാ മഹത്വവും പുരുഷന്മാർക്കാണ്, സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കാനാവുത്തമോ ഫത്വ. അങ്ങനെ തുടങ്ങിയിട്ട് സർവ്വ വിഷയങ്ങളും, 1, 2, 10 വിഷയമല്ല, സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഫത്വ ഞാൻ ഒരുപാട് പരിശോധിച്ചിട്ടുണ്ട്. പരിശോധിച്ച ഫത്വ ഒക്കെ സുന്നത്ത് ജമാഅത്തിന് അനുകൂലമായിട്ടാണ്. ഷഹറാമിൻ ഇമാമിന്റെ കിതാബാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം ഉദ്ധരിക്കുന്നത് തന്നെ. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു കിതാബാ ഉദ്ധരിക്കുന്നത്. അങ്ങനെ സൂഫിയാക്കളായ ഉലമാഇന്റെ കിതാബുകൾ ധാരാളം ഉദ്ധരിക്കുന്ന ഒരു മഹാപണ്ഡിതൻ ഇബ്നു തൈമിയയെ വിമർശിക്കുന്നുണ്ട്. എന്നിട്ട് ആ പണ്ഡിതനെയാണ് വഹാബിയാക്കുന്നത്. എന്താ കാരണം? മൂപ്പർക്ക് മുഖ്താറിനെ ശരിയാക്കാനും മറ്റൊരു വലിയ ഈജിപ്തിലെ മുഫ്തീനെ എന്താകണം, വഹാബിയാകണം. ഹക്കും ബാത്തിലും ഇല്ലല്ലോ. ഞാൻ പറയാ, ഇതിലെന്താ അവസാനം പറഞ്ഞത് കേട്ടോളെ. ഒരാള് പറഞ്ഞു അല്ലാഹിറു അന്നഹു അശ്അരിയുൻ. ഈ അശ്അരി തരീഖത്തുകാരനാണ് ആര്? അത്തിയ സക്കർ എന്നാണ് ലാഹിർ. എന്താ കാരണം? ഇന്ദി കിതാബുൽ ലഹു ഇസ്മുഹു ഫതാവ ലിശബാബ് ദക്കറ ഫീഹി ശൈഅൻ അറഫ്തു മിൻഹു അന്നഹു കാന അശ്അരിയൻ. കയ്യിൽ ചിലതെല്ലാം പറഞ്ഞിട്ടുണ്ടാവും, കണ്ടാ മനസ്സിലാവും എന്ത്, എനിക്ക് മനസ്സിലായിട്ട് അശ്അരിയാണ്. അതിങ്ങനെ ചർച്ച ചെയ്ത് അവസാനം പറയാണ്, ഖാല റഹിമഹുല്ലാഹ് ഫിൽ കിതാബിൽ മദ്കൂർ വമാ യൂജദു ഫിൽ ഖുർആനി വൽ അഹാദീസ് മിൻ അന്നല്ലാഹ ലഹു യദുൻ ഔ ഐനുൻ ഫൽ മുറാദു ബിഹിമൽ ഖുദ്റത്തു വൽ ഇനായതു വലൈസ ലഹു യദുൻ കഅയ്ദീനാ വലാ കഅയ്യുനിനാ അലാ മാ ഖാലഹു ഉലമാഉസ് സലഫി വൽ ഖലഫ്. ഈ വാചകത്തിലൂടെ അദ്ദേഹം അശ്അരിയാണ്, യദ് എന്നതിന് അദ്ദേഹം ഖുദ്റത്ത് കൊണ്ട് തഅ്വീൽ ചെയ്യുകയാണ്. ഇതൊക്കെ പറഞ്ഞ് പിന്നെയും ചർച്ചയായി. അവസാനം തീരുമാനം കേട്ടോളെ, വഅലാ കുല്ലി ഹാലിൻ ഇൻ കാന അലാ അഖീദത്തിൽ അശാഇറതി ഫല്ലാഹു യർഹമുഹു വയഖ്ലുഫു ലനാ ഫീ മുസീബത്തിനാ ബിഫിഖ്ദാൻ അശ്ശൈഖ്. മൂപ്പര അശ്അരി തരീഖത്തുകാരനാണെങ്കിലും വലിയ പണ്ഡിതനായതുകൊണ്ട് അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ. മുജാഹിദീങ്ങൾ പറയാ, മൂപ്പര അശ്അരി ആണെങ്കിലും അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ, വലിയ പണ്ഡിതനാണ്. കാരണം അവർക്ക് അശ്അരി തരീഖത്തിലെ ആകാൻ പറ്റാത്ത മുജാഹിദീങ്ങൾ. അപ്പൊ സലഫികള് മൂപ്പര് അശ്അരിയാണ് എന്ന് പറയാണ്. എന്നിട്ട് തീർന്നോ? അത്തിയ സക്കർ എന്താ പറഞ്ഞെന്നൊന്ന് ആദ്യം നോക്കാം നമ്മള്. ഇവരുടെ തരീഖത്തിനെ സംബന്ധിച്ച് ചോദ്യം വന്നപ്പോ അത്തിയ സക്കർ അതിന് മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞത് കേട്ടോളി. ഫളീലത്തു ശൈഖ് അത്തിയ സക്കർ അൽ മൗദൂ അത്തരീഖത്തുൽ ബർഹാമിയ്യ. അത്തരീഖത്തുൽ ബർഹാമിയ്യനെ പറ്റി ചോദ്യമാണ്. മെയ് 1997 സുഇല ഹുനാക കലാമുൻ ഹൗല തരീഖത്തുൽ ബർഹാമിയ്യ നുരീദു ഇൽഖാ അൽ-ളൗഇ അലൈഹാ വറഅയ അദ്ദീൻ ഫീഹാ. അജാബ
അത്തിയ സക്കറിന്റെ ഫത്വ കേട്ടോളി. അത്തരീഖത്തുൽ ബുർഹാമിയ്യ, ബുർഹാമി തരീഖത്ത് ഇഹ്ദത്ത് തുർഖി സൂഫിയ്യ, സൂഫിയാക്കളുടെ തരീഖത്തുകളുടെ കൂട്ടത്തിൽ ഒരു തരീഖത്താണ്. വത്തുർഖു സൂഫിയ്യത്തു, സൂഫിയാക്കളുടെ തരീഖത്തുകൾ ബിവജ്ഹിൻ ആമിൻ, മൊത്തത്തിൽ പറഞ്ഞാൽ മദാരിസു തർബവിയ്യ, ആത്മീയമായ പുരോഗതിക്ക് വേണ്ടിയുള്ള പാഠശാലകളാണ്. ഇൻകാന മൻഹജുഹാ മുത്തഫഖൻ മഅദ്ദീനി അഖീദതൻ വശരീഅതൻ ഫഹിയ മശ്റൂഅ, വിശ്വാസത്തിലും ശരീഅത്തിനോട് യോജിച്ചുകൊണ്ടുമാണെങ്കിൽ സൂഫിയാക്കളുടെ തരീഖത്ത് അത് ഫഹിയ മശ്റൂഅത്തുൻ, അത് ഇസ്ലാമിൽ ശറഅാക്കപ്പെട്ട സംഗതിയാണ്. ഒരു മുജാഹിദ് അങ്ങനെ പറയോ തരീഖത്ത് ശറയിലുള്ളതാണ്? ഇനിയും കേട്ടോളെ. വഇല്ല വഇല്ല ഇൻകാന മൻഹജുഹാ മുത്തഫിഖൻ മഅദ്ദീനി അഖീദതൻ വശരീഅതൻ ഫഹിയ മശ്റൂഅ വഇല്ല കാനത് ഗൈറ മശ്റൂഅ, ശരീഅത്തിനോട് യോജിക്കാത്ത തരീഖത്താണെങ്കിൽ അത് ശറഇൽ ഇല്ലാത്തതും പാടില്ലാത്തതും ആണ്. വവജബ തഖ്വീമുഹാ ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, അങ്ങനത്തെ തരീഖത്താണെങ്കിൽ അതിനെ നല്ല ഉപദേശം നൽകിയും ഹിക്മത്തിലൂടെയും നന്നാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. എത്ര നിഷ്പക്ഷമായിട്ടുള്ള സംസാരമാണ്. എന്നിട്ട് മൂപ്പർ റാജിയിൽ ജുസ്ഉ الثاني من كتاب بيان للناس من الازهر الشريف وقد سبق الحديث عنها في كتابنا هذا احسن الكلام في الفتاوى والاحكام صفحه 246 من المجلد الاول എന്നിട്ട് വേറെ ചിലതൊക്കെ നോക്കാൻ വേണ്ടി പറഞ്ഞതിന് ശേഷം മൂപ്പർ പറയുന്നത് وقد ثار جدل حول الطريقه البرهاميه, ബുർഹാമി തരീഖത്തിനെ സംബന്ധിച്ച് തർക്കം നടന്നിട്ടുണ്ട്. ഉലഖിസുഹു, ഞാനത് ചുരുക്കി വിവരിക്കുന്നു. മൻഖൂലൻ മിമ്മാ കുതിബ അൻഹാ, അതിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തപ്പെട്ടത് ഉദ്ധരിക്കപ്പെട്ട നിലക്ക് ഞാനത് ചുരുക്കി പറഞ്ഞു. ഫീമായലി, താഴെ എനിക്ക് കേട്ടോളി. ജാഅ ഫീ കലാമി സയ്യിദ് ഇസ്മാ അബുൽ ഖാസിം അൽ ഖാദി ഖൻസൽ മിസ്ർ ബിൽ ഖുർത്തൂം, കൗൺസിലർ ഖാദി അബുൽ ഖാസിം ഇസ്മാ അബുൽ ഖാസിം എന്ന വ്യക്തിയുടെ വാചകത്തിൽ വന്നിട്ടുണ്ട്. വഫീ കലാമി ഗൈരിഹി, മറ്റുള്ളവരുടെ വാചകത്തിലും വന്നിട്ടുണ്ട്. നുസ്റ ബി ജരീദത്തിൽ അഹ്റാം, അത് അൽ അഹ്റാം പത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. 1976 ഫെബ്രുവരി 6 തീയതി. അന്ന തരീഖത്തുൽ ബുർഹാമിയ്യ, ബുർഹാമിയ്യ തരീഖത്ത് അൽ മൻസൂബ ഇലാ ഇബ്രാഹിം അദ്ദസൂഖി കാനത്ത് മുന്തശിറത്തൻ ഫി സൂദാൻ, ഇബ്രാഹിം അദ്ദസൂഖി റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന തരീഖത്തുൽ ബുർഹാമിയ്യ സുഡാനിൽ വ്യാപകമായിരുന്നു. വഖലീഫത്തുഹ, അതിന്റെ പ്രതിനിധി ഹുവ ഇബ്നു മുഹമ്മദിൽ ബതീത്, ഇബ്നു മുഹമ്മദിൽ ബതീതാണ്. അല്ലദീ തവാറസഹ അൻ അജ്ദാദിഹി, അദ്ദേഹത്തിന്റെ പിതാമഹന്മാരിലൂടെ അദ്ദേഹത്തിന് വിറാസത്ത് ലഭിച്ചതാണത്. എനിക്ക് കേട്ടോളി. വഹാവല മുഹമ്മദ് ഉസ്മാൻ അബ്ദു, ഈ കക്കാട് തരീഖത്തിന്റെ ശൈഖും മുഖ്താറിന്റെ ശൈഖായ മുഹമ്മദ് ഉസ്മാൻ അബ്ദു പരിശ്രമിച്ചു അൻ യൻസിബ നഫ്സഹു ഖലീഫത്തൻ അലൈഹാ, ആ ബുർഹാമിയ്യ തരീഖത്തിന്റെ ഒരു ഖലീഫ ആയി അദ്ദേഹത്തെ തന്നെ നിയോഗിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു. ഫറുഫിയ ദഅവ അമാമ മഹാകിം സൂദാൻ ളിദ്ദ ബിനി മുഹമ്മദിൽ ബതീത്, അതിന്റെ വിറാസത്ത് ലഭിച്ച ഖലീഫയായ ഇബ്നു മുഹമ്മദിൽ ബതീത്തിന് എതിരായി സുഡാനിലെ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യപ്പെട്ടു. യത്ലുബു തസ്ലീമഹു അംതിയത ത്വരീഖ് വലവാസിമിഹ, ത്വരീഖത്തിന്റെ എല്ലാ കാര്യങ്ങളും സാധനങ്ങളും അതിന്റെ വിഷയങ്ങളൊക്കെ ഈ മുഹമ്മദ് ഉസ്മാൻ അബ്ദുവിന് ഏൽപ്പിച്ചു കൊടുക്കണമെന്നാണ് കേസ്. ഫറുഫിലത്തിദ് ദഅവ, മുഹമ്മദ് ഉസ്മാന്റെ ആ അന്യായം തള്ളപ്പെട്ടു. ഫഅസാഅ, അപ്പൊ മുഹമ്മദ് ഉസ്മാൻ പ്രചരിപ്പിച്ചു അന്നഹു റആ ഫിൽ മനാമി, അദ്ദേഹം ഉറക്കിൽ കണ്ടിരിക്കുന്നു. ഫഅസാഅ അന്നഹു റആ ഫിൽ മനാമി അന്ന ഖസ്മഹു സയമൂതു, അദ്ദേഹത്തിന്റെ പ്രതി മരിച്ചു എന്ന് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് പറയും. ഇദാലം യുസല്ലിമുൽ ഖിലാഫ, ഈ ഖിലാഫത്തിങ് ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ പ്രതി മരിച്ചു എന്ന് ഇയാൾ സ്വപ്നം കണ്ടു എന്ന് പറയും. വലമ്മാലം യൻജഹ്, പക്ഷേ ഇയാൾക്കതിൽ ജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ പിന്നെ മുഹമ്മദ് ഉസ്മാൻ അബ്ദു എന്ത് ചെയ്തു എന്നറിയോ? ഇസ്തഖല്ല ബി തരീഖത്തിൻ ഉഖ്റ, വേറൊരു തരീഖത്ത് സ്വന്തമായിട്ട് കേട്ട് തുടങ്ങി. സമ്മഹ, അതിന് മുപ്പര് പേരിട്ട് അൽ ബുർഹാനിയ, ബുർഹാനി തരീഖത്ത് എന്ന് പേരിട്ട്. ഫനജഹ വഅസ്റ,
പിന്നെ മൂപ്പര് ജയിച്ച് ഭയങ്കര പൈസക്കാരനായി, ഭയങ്കര പണക്കാരനായി. അതാണല്ലോ ഈ സാധാരണ അധീക വ്യാജത്തരീക്കത്തുകാരുടെയും ഉള്ളിന്റെ ഉള്ളിലുണ്ടാകുന്ന മുറാദ് അതായിരിക്കുമല്ലോ. പിന്നെ മൂപ്പര് വലിയ പണം കൊയ്ത്തു. കവ്വന ശരിക്കാത്തിൻ മൂപ്പര് ചില കമ്പനിയൊക്കെ തുടങ്ങി. അഹദമിനൽ മുരീദീന അംബാലം കസീറ, അനുയായികളിൽ നിന്ന് ധാരാളം സ്വത്തൊക്കെ മൂപ്പര് കൈവശപ്പെടുത്തുകയും ചെയ്തു. മുഹമ്മദ് ഉസ്മാൻ അബ്ദു, ഈ മുഹമ്മദ് ഉസ്മാൻ അബ്ദു ബദാഹയാതഹു ആമില ബൂഫിയ, മൂപ്പര് ബൂഫിയ തുടങ്ങിയിട്ടാണ് ബിസിനസ് ആരംഭിച്ചത്. ഇങ്ങനെ പറഞ്ഞ് വിശദീകരിച്ചിട്ട് പറയാണ്, അങ്ങനെ വന്ന അയാള് പിന്നെ വജാഅ ഇലൽ ഖുർത്തൂം, മൂപ്പര് ഖുർത്തൂമിലേക്ക് വന്നു. ഖുർത്തൂമിൽ സനത്ത 1930 വന്നു. വസ്തതാബിദകാഇഹി, അങ്ങനെ എന്ത് ചെയ്തു? മൂപ്പരെ ബുദ്ധി കൊണ്ട് മൂപ്പർക്ക് സാധിച്ചു. വതറദ്ദുദിഹി അലൽ ഖാഹിറത്തി, കൈറോയിലുള്ള വന്നുപോകൽ കൊണ്ടും അയ്യജിദിബ ഇലൈഹി കസീറൻ മിന ദറാവീസി, ഈ സൂഫിയാക്കളാണെന്ന് പറഞ്ഞു നടക്കുന്ന ദർവേശിമാരെ കുറെ മൂപ്പർക്ക് കൈവശം വശീകരിക്കാൻ സാധിച്ചു. വന്ദശറത്ത് ദഅവത്തുഹു ബൈന ശബാബ്, യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിന്റെ ആശയപ്രചരണം വളരെ ജോറായിട്ട് നടന്നു. ഇങ്ങനെ വിശദീകരിച്ചിട്ട് അവസാനം പറയാണ്, ഇനി കേട്ടോളെ, അത്തിയാസക്കറിന്റെ ഫത്വയെ പറയുന്ന വാചകം ഇനി ശരിക്കും ശ്രദ്ധിച്ചോളി. കക്കാടും ശ്രദ്ധിച്ചോ, കക്കാടിന്റെ കൂടെ കൂടിയവരും ശ്രദ്ധിച്ചോ, എല്ലാവരും ശ്രദ്ധിച്ചോ. ഇനി പറയുന്നത് കേട്ടോ, എന്താ പറയാൻ വന്നത്? വശൈഖ് മുഹമ്മദ് ഹുസൈൻ മഖ്ലൂഫ് മുഫ്തി മിസ്ർ അൽ അസ്ബഖ്, മിസ്റിലെ മുൻകാല മുഫ്തിയായ മുഹമ്മദ് ഹസനൈൻ മഖ്ലൂഫ് എന്ന് പറയുന്ന ആള് അസ്ദറ ഹുക്മൻ, അദ്ദേഹം ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അലൽ കിതാബില്ലദീ ജമഅഹു മുഹമ്മദ് ഇബ്നു ഉസ്മാൻ അബ്ദു അൽ ബുർഹാനി, മുഹമ്മദ് ഉസ്മാൻ അബ്ദു അൽ ബുർഹാനി സംഘടിപ്പിച്ച ഒരു ഗ്രന്ഥത്തിന്റെ മേൽ അദ്ദേഹത്തിന്റെ ഒരു വിധിയുണ്ട്, ഒരു ഫത്വ. ബി ഇൻവാൻ, എന്താണ് ആ ഗ്രന്ഥത്തിന്റെ പേര്? തബ്രിയത്തു ദിമ്മ ഫീ നുസ്ഹിൽ ഉമ്മ എന്ന മുഹമ്മദ് ഉസ്മാന്റെ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തെ സംബന്ധിച്ച് അതാ ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ഉൻവാന് തബ്രിയത്തു ദിമ്മ ഫീ നുസ്ഹിൽ ഉമ്മ വഖാല. ശരിക്കും മനസ്സിലാക്കണേ, ഈ ഫത്വയെ പറഞ്ഞു ആ കിതാബിൽ ഒരു ഹദീസ് ഉണ്ട്, ഔ ഖുതുബത്തുൻ, ഒരു ഖുതുബ ഉണ്ട്, അരീബിൻ അബി താലിബിന്റെ ഒരു ഖുതുബ. ജാഅ ഫീഹി, അതിൽ വന്നിരിക്കുന്നു അന റഹ്മാൻ, ഞാൻ റഹ്മാനാണ്. അങ്ങനെ പറയാൻ പാടില്ല. അന ഹഖീഖത്തുൽ അസ്റാർ, അന ഖലീലു ജബ്രായീൽ. ഇത് പറഞ്ഞുകൊണ്ട് ആ ഫത്വയിൽ മുഹമ്മദ് ഹുസൈൻ പറയാണ്, വഹുവ കലാമുൻ മക്ദൂബുൻ, അത് കളവായ വാചകമാണ്. ഫഖദ് കർററ ഫീഹി ലഫ്ള അന 255 മറ, 255 സ്ഥലത്ത് ആ കിതാബിൽ അന 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 ഞാൻ 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 എന്ന് പറഞ്ഞിട്ടുണ്ട്. വലാ യുഖലു അൻ യസ്ദുറ ദാലിക അൻ അലി കറമല്ലാഹു വജ്ഹു, അലി റളിയല്ലാഹു അൻഹു ഒരിക്കലും അങ്ങനെ 255 പ്രാവശ്യം ഒരു കുറഞ്ഞ വാചകത്തിന്റെ അടുക്ക്, ഒരു ഖുത്ബന്റെ അടുക്ക് ഞാൻ 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 എന്ന് പറയൂല. പറഞ്ഞു ഒരാൾക്ക് മനസ്സിലാക്കാനും പറ്റൂല, വിശ്വസിക്കാനും കൊള്ളൂല, ഒരു ബുദ്ധി അംഗീകരിക്കൂല. ഇനിയും കേട്ടോളി, വഫീഹി, അതിലുണ്ട് അന്നഹു ജാല അഹ്ലൽ ബൈത്തി വൽ ഖുലഫാ അൽ അർബഅത വൽ അബാദിലത അൽ അർബഅത സുഫആ ലിന്നാസ് യൗമൽ ഖിയാമത്തി വഹുവ ബാതിലുൻ. ആ കിതാബ് പറയുന്നുണ്ട്, മൂപ്പര് 4 ഖുലഫാഉർ റാഷിദീങ്ങളെയും നബിന്റെ കുടുംബത്തെയും 4 അബ്ദുള്ളമാരെയും ശഫാഅത്ത് ചെയ്യുന്ന ആളാക്കി അവരോധിച്ചിട്ടുണ്ട്. അത് വഹുവ ബാതിലുൻ. അങ്ങനെ ശഫാഅത്ത് ചെയ്യുന്ന ആളാക്കിയിട്ട് ഇവർക്ക് അങ്ങനെ അവരോധിക്കാനുള്ള അധികാരമൊന്നുമില്ല, അത് ബാത്തിലാണ്. അല്ലാഹു ശഫാഅത്തിന് അധികാരം മഹാന്മാർക്ക് കൊടുക്കാന്നല്ലാതെ. അതിലൊരു വാദവും കൂടി ഉണ്ട്, അന്നല്ലാഹ അല്ലമ റസൂലഹു ഇൽമൻ ലം യഅലംഹു അഹദുൻ. അല്ലാഹു തആല റസൂലിന് ഒരു ഇൽമു പഠിപ്പിച്ചിട്ടുണ്ട്, അത് വേറെ ആർക്കും അറിയില്ല. വലാ യഅലമു ബിഹി ഇല്ലൽ അസ്ഖാസ് അല്ലദീന സമാഉ ഫിൽ കിതാബ്. അക്കിതാബ് പേര് പറഞ്ഞ ആളുകൾക്കല്ലാതെ ഈ ഇൽമ കിട്ടുകയില്ല. അങ്ങനത്തെ ഒരു ഇൽമുണ്ട്. വഹാദാ ലാ ദലീല അലൈഹി, ഇതിനൊരു തെളിവില്ല. മൂപ്പര് ഫത്വയെ പറയാൻ. വഹുനാക അഹാദീസു ഗരീബ ലൈസത് ഫീ കുതുബിസ് സുന്ന, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത കുറെ ഗരീബായ ഹദീസുകൾ ഉണ്ട്. അതിൽ അൽ അഹ്റാം പത്രം 1976 ഫെബ്രുവരി 13
അപ്പൊ അത്തിയ സക്കർ സ്വന്തമായി ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം അൽ അഹ്റാം പത്രത്തിൽ 1976 മുൻകാല മുഫ്തി, ഈജിപ്തിലെ മുൻകാല മുഫ്തി മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ആള് കൊടുത്ത ഫത്വ ഉദ്ധരിക്കുകയാണ് ചെയ്തത്. ശരിക്കും മനസ്സിലാക്കണം. കാഫിറാക്കി എന്ന്, അത്തിയ സക്കർ കാഫിറാക്കി എന്ന് പച്ചക്കള്ളമാണ് കക്കാട് പറഞ്ഞത്. അത്തിയ സക്കർ ചെയ്തത് പത്രത്തിൽ മുമ്പ് വന്ന ഫത്വ എടുത്തുദ്ധരിക്കുകയാണ് ചെയ്തത്. ആ ഫത്വ ആരുടേതാണ്? മുഹമ്മദ് ഹസനൈൻ്റെതാണ്. ഇനിയും കേട്ടോ. എന്നിട്ട് മൂപ്പര് പറയാം, മൂപ്പര് സൂക്ഷ്മത നോക്ക് നിങ്ങൾ. ഈ തരീഖത്തിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകം കണ്ടെത്തിച്ചതാണിത്. ദീനിയായ തീരുമാനത്തിന്റെ ഭാഗത്തിലൂടെയും ഇപ്പറഞ്ഞ ഡേറ്റിന്റെ വിഷയവുമൊക്കെ ഞാൻ ഉദ്ധരിച്ച ആ ഗ്രന്ഥങ്ങൾക്കും ഫത്വകൾക്കുമാണ് ഉത്തരവാദിത്വം, എനിക്കല്ല, ഇതെന്റെ വകയിലല്ല. എത്ര സൂക്ഷ്മതയാണ് അദ്ദേഹം പാലിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എനിക്ക് ഈ തരീഖത്തിനെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ച് പരിപൂർണമായി പഠിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു അഭിപ്രായം സ്വന്തം പറയാൻ, വിശദമായിട്ട് പറയാൻ ഞാൻ അതിന്റെ ആളുമല്ല. ഞാൻ മുൻകാല മുഫ്തി, ഈജിപ്തിലെ മുൻകാല മുഫ്തി കൊടുത്ത ഫത്വ ഞാനിപ്പോൾ എടുത്ത് ഉദ്ധരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വലിയ സുന്നത്ത് ജമാഅത്തിന്റെ പെട്ട ഒരു മഹാപണ്ഡിതനെ കക്കാട് പിടിച്ച് അങ്ങോട്ട് മുജാഹിദാക്കി, വഹാബിയാക്കി, കൊടിയ മുജാഹിദ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കാഫറാക്കി എന്ന് പച്ച കള്ളം പറഞ്ഞില്ലേ? അദ്ദേഹം മരിച്ചുപോയി. എങ്ങനെ പൊരുത്തപ്പെടിക്കും കക്കാട് ആ മഹാപണ്ഡിതരെ കൊണ്ട്? ഈജിപ്തിലെ വലിയ മുഫ്തിയാണ് അദ്ദേഹം. ഇനിയും കേട്ടോളൂ, അദ്ദേഹം പറയാണ്, സംഭവം എന്തായിരുന്നാലും അള്ളാന്റെ ദീന് വളരെ വ്യക്തമാണ്. ആർക്കെങ്കിലും ഈ ത്വരീഖത്തിനെ സംബന്ധിച്ച് വല്ലതും തിരിച്ചറിയാതെ അവ്യക്തതയുണ്ടെങ്കിൽ ആലിമീങ്ങളുണ്ടല്ലോ, എല്ലാ നാട്ടിലും ആലിമീങ്ങളുണ്ടല്ലോ, അവരിൽ നിന്ന് മനസ്സിലാക്കൽ ആർക്കും സാധ്യമാണല്ലോ. എന്താണ് ആ മഹാന്റെ വാക്ക്? സമസ്ത കേരള ജമിയത്തുൽ തീരുമാനം എടുക്കുന്നത് കറാമത്ത് കൊണ്ട് കണ്ടിട്ട് പറഞ്ഞ മാതിരിയുണ്ട്. ആലിമീങ്ങളുണ്ടല്ലോ, അവർക്ക് തീരുമാനം അവരിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. ഏതായിരുന്നാലും ഒരു സംശയമുള്ളതിൽ പോയി കൂടേണ്ട ആവശ്യമില്ലല്ലോ. കണ്ടോ, ഒരു സുബ്ഹുള്ള ഒരു സംശയമുള്ളതിൽ പോയി കൂടേണ്ട ആവശ്യമില്ലല്ലോ. മൂപ്പര് പറയാൻ, ഇല്ലാത്ത സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ ചൂഷണം ചെയ്യുന്നത് ഞാൻ പ്രത്യേകം ആളുകളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദീനിനെ ചൂഷണം ചെയ്ത് കാര്യലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ജനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ومن اقحام بعض من عندهم شيء من العلم انفسهم في تكوين جمعيات او طرق تحمل اسم الدين وهم ليسوا من المتخصصين فيه. എന്തെങ്കിലും ഒരു കുറഞ്ഞ വിവരം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു സംഘടന ഉണ്ടാക്കി, ഒരു കൂട്ടം ഉണ്ടാക്കി, അല്ലെ ഒരു തരീഖത്ത് ഉണ്ടാക്കി, എന്നിട്ട് ആ വകയിൽ എന്തെങ്കിലും കാര്യലാഭം ഉണ്ടാക്കാൻ വേണ്ടി കൂടുതൽ വിവരമില്ലാത്തവര് തരീഖത്തും കൊണ്ട് നടക്കുന്നത്, എന്നിട്ട് അവരിങ്ങനത്തെ പരിപാടി സംഘടിപ്പിക്കുന്നതും വളരെ മോശമാണ്. അത് ഞാൻ പ്രത്യേകം ജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. فذلك مدرجة للانحراف وتسفيه لسمعة الدين وتفريق لصفوف المسلمين. അത് മുസ്ലിമീങ്ങളുടെ അണികളെ ഭിന്നിപ്പിക്കലും അതുപോലെ തന്നെ മതത്തിന്റെ മുഖത്ത് കരിവാരിത്തേക്കലുമാണ്. ഓരോരുത്തരും ഓരോ തരീഖത്ത് ഉണ്ടാക്കുക, ഓരോരുത്തരും ഓരോ സംഘടന ഉണ്ടാക്കുക, എന്റെ മുസ്ലിമീങ്ങളെ ഇങ്ങനെ ഭിന്നിപ്പിക്കുക. അതാ ഈ പറഞ്ഞ കാര്യം പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് കൊടുക്കപ്പെട്ടിട്ടുണ്ട്. 9 ജൂലൈ 1994 1994 ജൂലൈ 9 ഇന്ന് പത്രത്തിൽ കൊടുക്കപ്പെട്ടിട്ടുണ്ട്. എന്ത്? അന്നൽ, ശരി കേട്ടോളൂ, അന്നൽ മജ്ലിസ് അൽ അഅ്ലാ ലി തുർക്ക് സൂഫിയ, തുർക്ക് സൂഫിയന്റെ വലിയ ബോർഡ്, തുർക്ക് സൂഫിയന്റെ ബോർഡ്, അതായത് ഈജിപ്തില് ഈ വഖഫ് ബോർഡ്, ഹജ്ജ് കമ്മിറ്റി എന്നൊക്കെ പറയുമ്പോഴത്തെ ഒരു ബോർഡ് ഉണ്ട്.
തുർക്ക് സൂഫിയത്തിൽ ആലാണ്ട് ഗവൺമെന്റിന്റെ ഒരു ബോർഡാണ്. അതെന്തിനാ? അത് ഹുസ്നി മുബാറക്കിന് എതിരായിട്ട് വല്ലതും വരുന്നുണ്ടോ നോക്കാനാ. 5 ആള് ഗവൺമെന്റിന്റെ ഓഫീസൊന്നും, അത് ഓരോരോ ഓഫീസ് കണക്കുണ്ട്. 10 ആള് ഈ പറഞ്ഞ സൂഫി കമ്മിറ്റിന്റെ ആൾക്കാരെ തെരഞ്ഞെടുക്കലും. അതിന് 3 കൊല്ലം കഴിയുമാണ് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കലാ. ഇപ്രാവശ്യം മുഖ്താർ ജയിച്ചിട്ടുണ്ട്. മുഖ്താർ ജയിച്ചിട്ട് തെരഞ്ഞെടുപ്പിലേ കാരണം മൂപ്പര് നല്ല പൈസ ഉണ്ടല്ലോ. ഒരാൾ തോറ്റിട്ടുണ്ട്. ഈ തോക്കുകയും ജയിക്കുകയും ചെയ്ത കമ്മിറ്റിയായി വലിയ തുർക്ക് സൂഫിയത്തിൽ ആരാന്ന് നമ്മുടെ മയതനി പറഞ്ഞു. നിങ്ങൾ വിചാരിച്ചാൽ അതൊരു വലിയ ഔലിയാക്കള സംഘടനയാതാ. തുർക്ക് സൂഫിയത്തിൽ ആരാന്ന് മജ്ലിസ് തുർക്ക് സൂഫിയത്തിൽ ആരാന്ന് തോക്കുകയും ജയിക്കുകയും ചെയ്യുന്നത് മയതനിക്ക് പറ്റും. കാരണം മൂപ്പര് രാഷ്ട്രീയക്കാരനാണല്ലോ. അതാണ് എന്റെ പരിപാടി. ആ നിലക്കുള്ള ആ ബോർഡ് അസ്ദറ ഖറാറൻ, ആ ബോർഡ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബി ഹാദിരി നസാത്തി ശൈഖ് തരീഖത്തിൽ ബുർഹാനിയ, ബുർഹാനി തരീഖത്തിന്റെ ശൈഖിന്റെ പരിപാടികൾ അത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ വന്നിട്ടുണ്ട്. വജമീ അത്ബാഇഹി, ബുർഹാനി തരീഖത്തിന്റെ മുഴുവൻ അനുയായികളെ സൂക്ഷിക്കണോ. ലിസ്തിഗ്ലായി ബുസത്തായി നാസി, ജനങ്ങളിൽ സാമ്പത്തിക ശേഷിയുള്ള ആളുകളെ അവര് ചൂഷണം ചെയ്യുന്ന കാരണം കൊണ്ടാണ്. മുഖാലിഫീന ബിദാലിക തആലിമ ദീനിൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ ഇസ്ലാമിക ദീനിന്റെ ഇൽമ് അതിനെതിരായിട്ടാണ് അവരെ നീക്കം. അതുകൊണ്ട് അഖ്ബാറുൽ യൗം എന്ന പത്രത്തിൽ അന്ന് വന്ന വിവരാണ്. പത്രത്തിൽ അത് വന്നിട്ടുണ്ട്. മൂപ്പര ഫത്വ ഈജിപ്തിലെ പണ്ഡിതന്മാരെന്ത് പറഞ്ഞു എന്നൊന്നും അറിയാതെ ഏതോ കൊടിയ വഹാബി പറഞ്ഞതനുസരിച്ച് കണ്ണറെ വെച്ച് നോക്കിയിട്ട് പറഞ്ഞു എന്നാ നമ്മളെ കക്കാട് പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഫത്വ കൊടുത്ത ആളുടെ ആര്? ഈജിപ്തിലെ പഴയ മുഫ്തി. അയാൾ മുജാഹിദാ? അയാൾ മുജാഹിദാ കക്കാടെ? അയാൾ മുജാഹിദാ? ഇത് ആരുടെ കിതാബ് എന്നറിയോ? ഇത് മുഹമ്മദ് അലവി മാലിക്കിന്റെ കിതാബാ. മഫാഹിമു യജ്ബു അൻ തുസഹഹ തൈലീഫ് മുഹമ്മദ് അലവി മാലിക്കിൽ ഹുസൈനി. ഈ കിതാബിന് അവതാരിക എഴുതിയ ആളാ തഖ്ദീമു ഫളീലത്തി ശൈഖ് ഹസനൈൻ മുഹമ്മദ് മഖ്ലൂഫ് മുഫ്തി ദിയാറിൽ മിസ്രിയത്തി സാബിഖ് വഉദു ജമാഅത്തി കിബാറിൽ ഉലമാ ബിൽ അസ്ഹർ ശരീഫ്. മനസ്സിലാക്കണം. അസ്ഹർ ജാമിയത്തുൽ അസ്ഹറിൽ ഇവിടുന്ന് നർക്കസ് കുട്ടികളെ പറഞ്ഞേക്കുന്നത് അവിടെ വലിയ ഇൽമുള്ള ആലിമീങ്ങൾ ഉള്ളതുകൊണ്ടാണ് മഹദിനി പറഞ്ഞില്ലേ. അവിടുത്തെ മുഫ്തിയാണിത്. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലവി മാലിക്കിന്റെ കിതാബിന് അവതാരിക എഴുതിയാളാ. ആ മുഫ്തിയാ പറഞ്ഞത് ഇത്തരീഖത്ത് നിങ്ങൾ ആരും പോയി കൂടണ്ട, അതിന് ഇന്ന തകരാറുണ്ട്, അതിൽ വളരെ മോശമായ വാചകങ്ങളുണ്ട്, അത് കുഫ്ർ വരെ പറയപ്പെടാൻ മാത്രമുണ്ട് എന്ന് പറഞ്ഞത്. മനസ്സിലാക്കണം. ഇത് കൊടിയ വഹാബിയ. അപ്പൊ മഫാഹിമു യജിബു അൻ തുസഹഹ എന്ന കിതാബിന് മുഹമ്മദ് അലവി മാലിക്കിക്ക് അവതാരിക എഴുതി കൊടുത്ത മഹാപണ്ഡിതനായ ഈജിപ്തിലെ മുൻകാല മുഫ്തിയാണ് ഈ ഫത്വ കൊടുത്തത്. അതാ കാന്തപുര ഉസ്താദ് പറഞ്ഞത്. മൂപ്പരിന്റെ ഉസ്താദിന്റെ ശബ്ദത്തിൽ പറയാ, ശബ്ദം ഒന്ന് മാറ്റിയിട്ട് പറഞ്ഞു നോക്കുക ഉസ്താദിനെ സ്വീപ്പാക്കിയിട്ടേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ മൗലവി മൂപ്പര് പറഞ്ഞ എന്താ? ഞാൻ അതിന്റെ കോപ്പി എടുത്തുകണ്. കോപ്പി എടുത്തിട്ട് കാര്യമുണ്ട്, ഒരു വായിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ, ആളെ മനസ്സിലാക്കാൻ കഴിയാതെ. മൂപ്പരായിട്ട് എന്താ ഇവിടെ പറഞ്ഞ് പ്രചരിപ്പിച്ചറിയോ? നബിദിനം കാടത്താന്ന് പറഞ്ഞ ആളാണ് അത്തിയ സക്കറിൻ. ചേറാൻ ഇമാമ് കാഫറ എന്ന് പറഞ്ഞ ആളാണ് അത്തിയ സക്കറിൻ. പിന്നെന്താ പറഞ്ഞത്? എന്തൊക്കെ തോന്നിയാസാണ് കക്കാട് പറഞ്ഞുണ്ടാക്കിയത് ഒരു മഹാപണ്ഡിതനെ സംബന്ധിച്ച്. ഞാൻ വായിക്കാം, നിങ്ങൾ കേട്ടോളി. അത്തിയ സക്കറിന്റെ വേറൊരു ഫത്വ. എന്താ ഫത്വ അറിയോ? സുഹൈല മൂപ്പരോട് ചോദ്യം. മെയ് 1997 കൊടുത്ത ഫത്വ. എന്താ ഫത്വ? ചോദ്യം. തൂജദുൽ ആന ജമാഅത്തുൻ തുത്ലിഖു അലാ നഫ്സിഹാ ഇസ്മ സലഫിയ്യ. സ്വന്തം തന്നെ സലഫി എന്ന് പേര് പറയുന്ന ഒരു സംഘത്തെ ഇപ്പോൾ കാണുന്നു. വയഖ്സുദൂന ബിഹാദിഹി തസ്മിയത്തി റുജൂഅ ഇലൽ അയ്യാമിൽ ഊലാ ലിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ ആദ്യകാല വിഷയങ്ങളിലേക്ക് പോകണമെന്നാണ് അവർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയും. വയുഖാതിഊന കുല്ല ശൈഇൻ ജദീദിൻ ബിതുഹ്മത്തിൻ അന്നഹു ബിദ്അത്തുൻ ലം തകുൻ അയ്യാമ സലഫ്. സലഫിന്റെ കാലത്തില്ലാത്ത പുതിയ എല്ലാ വിഷയവും ബിദ്അത്താന്ന് പറഞ്ഞിട്ട് അവർ നടക്കുന്നു. ഫമാ ഹുക്മുദ്ദീനി ഫീ ദാലിക. എന്താണ് മതപരമായി അവരെ കുറിച്ച് തീരുമാനം? അത്തിയ സക്കറിനോട് ചോദ്യം. വഹാബി കൊടിയ വഹാബിയാണ് എന്ന് നമ്മളെ കക്കാട് പറഞ്ഞ മഹാപണ്ഡിതനോടുള്ള ചോദ്യമാണ്. അതിന് മറുപടി കേട്ടോളി. അജാബ കസുറത്തിൽ ഫിറഖു വൽ ജമാഅത്തു ഫി താരീഖിൽ ഇസ്ലാമി കമാ കസുറത്ത് ഫിൽ അദിയാനി സാബിഖ
وإلى جانب الواقع الذي يشهد لذلك ورد حديث عن النبي صلى الله عليه وسلم يقول افترقت اليهود على 61 فرقة وافترقت النصارى على 62 فرقة وستفترق أمتي على 63 فرقة كلها في النار إلا واحدة قيل وما هي يا رسول الله قال هي التي على ما أنا عليه وأصحابي رواه أحمد وأبو داود وجاء في بعض الروايات 70 بدل 60. നമ്മൾ സാധാരണ മുജാഹിദീങ്ങൾക്കെതിരെ ഒന്ന് ഹദീസ് എന്നെ മൂപ്പര് ഓതുക 73 പാർട്ടിയായി പിരിയും, ഒന്ന് മാത്രം സ്വർഗത്തിൽ, ബാക്കിയൊക്കെ നരകത്തിൽ തന്നെ ഹദീസ് ഓതുകയാണ്. എന്നിട്ട് പറയാണ് വഖദ് വജത്തു ഉജിദത്ത് ഫിറഖുൻ കസീറത്തുൻ ബിഖദറിൽ അദദിൽ മദ്കൂരി ഫിൽ ഹദീസ്, ഒരുപാട് സംഘങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിങ്ങനെ വിശദീകരിച്ച് അവസാനം മൂപ്പര് പറയുന്നത് കേട്ടോളി. വൽ മുലാഹദു അന്ന കുല്ല ഫിർഖത്തിൻ ഫിൽ അഖായിദി അവിൽ ഫുറൂഇ تحاول أن تجعل نفسها الفرقة الناجية وذلك من آثار التعصب الذي تخلقه أو تساعد عليه عوامل كثيرة. ഇവിടെ ഓരോ കക്ഷികളും ഞങ്ങളാണ് വിജയിച്ച കക്ഷികൾ എന്ന് വാദിക്കാൻ വേണ്ടി ഓരോ കക്ഷികളും അത് ശാഖാപരമായ വിഷയത്തിലാകട്ടെ വിശ്വാസപരമായ വിഷയത്തിലാകട്ടെ ശ്രമിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് മൂപ്പര് പറയുന്നു ആരാ അഹ്ലുസുന്നത്ത് വഅഹ്ലുസുന്ന നഹ്നുൽ ഫിർഖ് വഅഹ്ലുസുന്ന അഹ്ലുസുന്ന ഖാലു അവർ പറഞ്ഞു നഹ്നുൽ ഫിർഖത്തുൻ നാജിയ നമ്മളാണ് വിജയിക്കുന്ന കക്ഷികൾ വഹും അഅദലുൽ ഫിറഖി സർവ കക്ഷികളിലും ഏറ്റവും നേരെ നിൽക്കുന്ന കക്ഷികൾ അഹ്ലുസുന്നയാണ്. വൈകാനു ഹും അയ്ദൻ ഖദ് തഫറഖു ഫിറഖൻ സഗീറ എന്നാൽ അഹ്ലുസുന്ന ചെറിയ ഭിന്നതകൾ അവർക്കിടയിൽ ഉണ്ടെങ്കിലും കൽ അസ്അരിയത്തി വൽ മാതുരീദിയ അസ്അരിയത്തും മാതുരീദിയത്തുമാണ് ഇവിടെ അഹ്ലുസുന്ന. അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം വളരെ ചെറുതാണ്. കണ്ടോ? അപ്പൊ അസ്അരിയും മാതുരീദിയും തരീഖത്തുകാരാണ് അഹ്ലുസുന്ന എന്നൊക്കെ വിശദീകരിച്ചിട്ട് അവസാനം ബഹുമാനപ്പെട്ടവർ പറയാണ് വലഹറ അഖീറൻ, അവസാനം പറയാണ് മൻ യുത്ലിഖ് വലഹറ അഖീറൻ, അവസാനം വെളിച്ചത്ത് വന്നു മൻ യുത്ലിഖൂന അലാ അൻഫുസിഹിം സലഫിയ്യ നിസ്ബത്തൻ ഇല സലഫ്, സലഫിലേക്ക് ചേർത്തിട്ട് സലഫിയ എന്ന് സ്വന്തം തന്നെ പേര് പറയുന്ന ഒരു കൂട്ടർ അയ്യൽ ഖുദ്ദാമി, അവിടെ അവർ ഉദ്ദേശിക്കുന്നത് മുൻഗാമികളോട് ഞങ്ങൾ പിന്തുടരുന്നു അവർ ഉദ്ദേശിക്കുന്നത്. വഹദ്ദദഹും ഇബ്നു ഹജർ, വാസ്തവത്തിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഈ ആർക്കാണ് സലഫ് എന്ന് പറയാന്ന് എന്ത് തരീഫ് പറഞ്ഞിട്ടുണ്ട്, നിർവചനം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഹീന സുയിലാൻ മൗലിദിൻ അമലിൽ മൗലിദിൻ നബവി റസൂലുള്ളാഹിന്റെ മൗലിദിനെ സംബന്ധിച്ച് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനോട് ഫത്വ ചോദിച്ചപ്പോ മൂപ്പർ ആർക്കാ സലഫ് എന്ന് പറയുന്ന ഫത്വ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞ എന്താണ് മൗലിദ് പുണ്യകർമാണെന്നാ പറഞ്ഞത്. അപ്പറഞ്ഞ ഫത്വയെ പറഞ്ഞിട്ടുണ്ടെന്ന് ആർക്കാണ് സലഫ് എന്ന് പറയാ, അതാരാ ബിഅന്നഹും അഹ്ലുൽ ഖുറൂനി സലാസ, അത് 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരാണ്. എനിക്ക് കേട്ടോ കൊടിയ വഹാബിയായി അത്തിയ സക്കർ അല്ലേ. വസാഅത്ത് ഹാദിഹി തസ്മിയതു ഇൻദൽ വഹാബിയീന അല്ലദീന യഖുദൂന ബിമദ്ഹബി മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്, വഹാബികളുടെ അടുക്കൽ ഈ പേരവർ പറയുന്നത് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ മദ്ഹബ് സ്വീകരിക്കുന്നവർക്കാണ്, അയാൾ ആശയം സ്വീകരിക്കുന്നവർക്കാണ്. അല്ലദീ എങ്ങനത്തെ വഹാബികളാണെന്നറിയോ, ഇന്ദസറഫി സൗദിയ, അവര് സൗദിയിൽ വന്നവരാണ്, സൗദിയിലാണ് അവരുടെ പ്രചരണം. വസാറ മദ്ഹബല്ലഹും, ഈ വഹാബിയത്ത് അവരുടെ ഒരു ആശയാണ്. വദാലിക ലിതബറുമിഹിം ബിഅന്ന മൻബഅഹും ഹുവ ഹാദൽ മദ്ഹബുൽ ജദീദു, അത് ഇവരുടെ ഈ ആശയം പുതിയ ആശയമാണ് എന്നുള്ളത് മനുഷ്യന്മാരുടെ മുമ്പിൽ പറഞ്ഞു മടുത്തിട്ട് അവര് സലഫീന്ന് പേരാക്കിയതാ. എന്തിന്? ചരക്ക് ചെലവാൻ വേണ്ടി. അല്ലദി ഇത്തഹമു ഫീ ബിആറായിബിൻ തൈമിയ്യ, അവർ വാസ്തവത്തിൽ 3 നൂറ്റാണ്ടിലുള്ള ആളുകൾ തുടർന്നിട്ടല്ല പോകുന്നത്, പിന്നെ 6-7 നൂറ്റാണ്ടായതിനു ശേഷം വന്ന ഇബ്നു തൈമിയ്യന്റെ അഭിപ്രായം സ്വീകരിച്ചിട്ടായി വഹാബികൾ പോകുന്നത്. വഅമിലു അലാ നസ്രിഹ, ഈ ഇബ്നു തൈമിയ്യന്റെ ആശയം പ്രചരിപ്പിക്കാൻ അവർ പ്രവർത്തിക്കുന്നത് ഫിൽ ആലമിൽ ഇസ്ലാമി കുല്ലിഹി, ലോകൊട്ടാകെ അതിനാ അവർ പ്രചരിപ്പിക്കുന്നത്, അല്ലാതെ 3 നൂറ്റാണ്ടിലുള്ള മഹാന്മാരാശയം പ്രചരിപ്പിക്കാനല്ല. വസ്സലഫു സാലിഹു, യഥാർത്ഥത്തിൽ സലഫു സാലിഹീങ്ങൾ യംബഗി അൻ നഹ്തരിമഹും, അവരെ ബഹുമാനിക്കൽ നമുക്ക് ആവശ്യമാണ്. ലിഅന്നഹും ഖൈറുൽ ഖുറൂനി, അവർ ഏറ്റവും ഉത്തമ നൂറ്റാണ്ടുകാരാണ്. അല്ലത്തി തലത്ത് ഖർന സഹാബത്തി, അത് സഹാബത്തിന്റെ നൂറ്റാണ്ടിനോട് തൊട്ട് നിൽക്കുന്നവരാണ്. വഹ്തിറാമുഹും, അവരെ ബഹുമാനിക്കൽ ബിയകൂനു ബിൽ ഇഖ്തിദാഇ ബിഹിം ഫീ സുലൂകിഹിം, അവർ കടന്ന അതേ വഴിയിൽ പിന്തുടർന്നുകൊണ്ട് ജീവിച്ചുകൊണ്ടാണ്. വഅമ്മാ മൻഹജുൽ ഫിക്രി ഫലാ ഇൽതിസാമുഹു ഫീ കുല്ലി ഷൈഇൻ,
അതേ സമയത്ത് ആ സലഫിന്റെ കാലത്തുള്ള അതേ മദ്ഹബിൽ തന്നെ മാത്രമേ നമുക്ക് അള്ളാന്റെ സിഫത്തുകളെ കുറിച്ചൊക്കെ ഹലഫിന്റെ ത്വരീഖത്ത് സ്വീകരിച്ചുകൂടാ. നിങ്ങളെ കൊണ്ട് മനസ്സിലാക്കരുത്. വനഹ്നു നഅലമു, നമുക്കറിയാം, അന്ന സലഫ വൽ ഖൽഫ മുഖ്തലിഫാനി ഫീ മൗഖിഫിഹിം മിനൽ ആയാത്തിൽ മുതശാബിഹാത്തി മുസ്തബിഹാത്തി ലത്തി ഫീഹാ ഇസ്ബാത്തുൽ യദി വൽ ഐനി ലില്ലാഹ്. അള്ളാഹുവിന് യദ് എന്നോ ഐന് എന്നൊക്കെ പരാമർശമുള്ള ആയത്തിന്റെ കാര്യത്തിൽ സലഫിൽപ്പെട്ട ചില ആളുകൾ അതിന്റെ അർത്ഥം നമുക്കറിയില്ല, അതിന്റെ അർത്ഥം നമ്മൾ അള്ളാഹ്ക്ക് വിടുക എന്ന് പറയുമ്പോ പിൽക്കാലത്തുള്ള ചില ഖലഫിൽപ്പെട്ട പണ്ഡിതന്മാര് അത് അള്ളാഹിന്റെ ഖുദ്റത്ത് കൊണ്ട് ഖുദ്റത്താണെന്നൊക്കെ വ്യാഖ്യാനിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഫസ്സലഫു യൂമിനൂന ബിഹാ, സലഫ് അതുകൊണ്ട് വിശ്വസിക്കാൻ ആയത്ത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് വിശ്വസിക്കാണ്. അള്ളാഹുവിനെ ഒന്നിലേക്കും തുല്യപ്പെടുത്താത്ത വിധത്തിൽ പിൽക്കാലത്തുള്ള ചില പണ്ഡിതന്മാരെ വ്യാഖ്യാനിക്കാണ്. അതുകൊണ്ട് മദ്ഹബുസ് സലഫും ശരിയാണ്, മദ്ഹബുൽ ഖലഫും ശരിയാണ്. ഈ നിലക്ക് മദ്ഹബുസ് സലഫും ഖലഫും ശരിയാണ്. അശ്അരി മാതുരിദി തരീഖത്താണ് സുന്നത്ത് ജമാഅത്ത്. ഈ സലഫികൾ എന്ന് പറഞ്ഞ ആൾക്കാർ വഹാബികളാണ്, അവർ ഇബ്നു തൈമിയുടെ ആശയക്കാരാണ് എന്ന് പരസ്യമായിട്ട് 1997 മെയ് മാസത്തിൽ അത്തിയാസക്കർ ഫത്വ കൊടുത്തു. ആ ഫത്വ കൊടുത്ത മഹാനെ സംബന്ധിച്ചാണ് ഈ കക്കാട് വന്നിട്ട് തോന്നിവാസം പറഞ്ഞ് പ്രചരിപ്പിച്ചത്, ഇന്നേ വരെ പറഞ്ഞ് പ്രചരിപ്പിച്ചത് കോടിയ വഹാബിന്റെ ഫത്വ എന്ന് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഏത് ആലിമിനെയും പിടിച്ചു വഹാബിയൊക്കെ ഇത്ര പരസ്യമായിട്ട് ഇങ്ങനത്തെ എത്ര ഫത്വ. ഇനി മൗലിദിനെ പറ്റിയുള്ള ഫത്വയിൽ വേറെ ഉണ്ട്, ബറാത്ത് രാവിനെ പറ്റിയുള്ള ഫത്വ വേറെ ഉണ്ട്, റജബ് 27 പറ്റിയുള്ള ഫത്വ വേറെ ഉണ്ട്, മൗലിദിനെ പറ്റിയുള്ള ഫത്വ ഉണ്ട്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? സുബ്ഹാനല്ലാഹ്, ഷഹറാനി ഇമാം കാഫിറാന്ന് പറഞ്ഞു പോലും. ആര് കേട്ടോ? അദ്ദേഹത്തിന്റെ വേറൊരു ഫത്വ അത്തിയാസക്കറിനോട് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളെ പറ്റി ചോദിച്ചു. അതിന്റെ മറുപടി പറയുന്ന കേട്ടോ നിങ്ങൾ. ശഗല ഇബ്നു അത്താഇ ബിൽ ഉലൂമി ദീനിയ്യ وكان في أول أمره سديد الإنكار على الصوفية ثم عذر عن ذلك بعد لقائه بأبي اللباس المرسي وكان بعد وفاة أبي اللباس المرسي وخليفة لطريقته حتى ارتحل إلى القاهرة وتولى التدريس بالأزهر وكانت له معرفة تامة بكلام أهل الحقائق وأرباب الطرائق كما يقول ابن القريبردي وتتلمذ على يديه كثيرون. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരായി വലിയ മഹാന്മാരുണ്ടായിട്ടുണ്ട്. മിന്നും തഖിയുദ്ദീൻ സുബ്കി, തഖിയുദ്ദീൻ സുബ്കി അതിൽപ്പെട്ട ഒരു മഹാനാണ്. വകാന മുആസിറൻ ലിബ്നി തൈമിയ്യ അൽ മുതഅസ്സിബി ളിദ്ദ സൂഫിയ്യ, സൂഫിയാക്കൾക്ക് എതിരായി പക്ഷപാതിത്വം കാണിച്ച ഇബ്നു തൈമിയ്യയുമായി ഇബ്നു തൈമിയ്യയുടെ അതേ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ് ഇബ്നു അത്താഇ അസ്സിക്കന്ദരി റളിയല്ലാഹു അൻഹു. എന്നിട്ട് പിന്നെ വിശദീകരിച്ചിട്ട് പറയാണ്, അൽ ഹിക്മ എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബുണ്ട് മൂപ്പർക്ക്, അല്ലദീ ശറഹു ഇബ്നു അജീബ, അതിന് ഇബ്നു അജീബ ശറഹ് എഴുതിയിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ? ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് എത്ര സ്ഥലത്താണ് ബഹുമാനപ്പെട്ടവര് എടുത്തുദ്ധരിച്ചിട്ടുള്ളത്? അവിടുത്തെ ഫത്വയിൽ എത്ര സ്ഥലത്താ ഉദ്ധരിച്ചത്? ബഹുമാനപ്പെട്ട യാഖൂത്തുൽ അർസിനെ സംബന്ധിച്ച്, അബുൽ ഹസൻ ശാദിരിയെ സംബന്ധിച്ച്, എല്ലാ മഹാന്മാരെ സംബന്ധിച്ചും, ഇബ്നു ദഖീഖ് അൽ ഈദിനെ കുറിച്ച്, ഇസ്ബിൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, അങ്ങനെ ഈജിപ്തിലുള്ള വലിയ വലിയ ഇമാമിങ്ങളെ മുഴുവനും പറഞ്ഞിട്ട് ഫലമ്മാ ലഹറത്ത് കറാമാതുഹു ഇതഖദൂഹു, അങ്ങനെ അതാ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ശാദിരി തങ്ങളെ കറാമത്ത് കണ്ടിട്ടാണ് പലരും ശാദിരി തരീഖത്ത് സ്വീകരിച്ചതെന്ന് വരെ അതാ എഴുതി വെക്കുന്ന ഫത്വയിൽ. പിന്നെയും ഉണ്ട്, എത്രയോ സ്ഥലങ്ങളിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർവ് തന്നെ കാണുമെന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നാണ് മറുപടി. അങ്ങനെ കാണുന്നതിന് കുഴപ്പം. ഇയാളാ വഹാബി? സുബ്ഹാനല്ലാഹ്, ഞാൻ ഇത്ര സന്തോഷിച്ചൊരു വിഷയം. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇമാം ഫാക്കിഹാനി മൗലിദിനെതിരല്ല, ഇമാം ഫാക്കിഹാനി മൗലിദിനെതിരല്ല. പിന്നെ ഈ സുയൂത്തി ഇമാം എന്തിനാ ഫത്വ കൊടുത്തത് ഫാക്കിഹാനിക്കെതിരായിട്ട് പലരും ചോദിക്കാറുണ്ട്. ഞാൻ അപ്പൊക്കെ മുത്തഅല്ലിമീങ്ങളോടും പറയാറുണ്ട്, ചോദിച്ചവരൊക്കെ പറയാറുണ്ട്. അത് ഇമാം ഫാക്കിഹാനി അക്കാലത്ത് മോശമായ ചില ആചാരങ്ങൾ കള്ളത്തരീക്കത്തുകാരും മറ്റും മൗലിദിൽ കൊണ്ടുവന്നപ്പോ, ആ ഈ കുണ്ടോട്ടി തരീക്കത്ത് എന്ന് പറയുന്നത് കുണ്ടോട്ടി തർച്ചാന്ന് പറയുമ്പോൾ ചില പരിപാടി നടത്തിയപ്പോ അതിനെ ശക്തിയായി വിമർശിച്ചപ്പോ, രൂക്ഷമായി വിമർശിച്ചപ്പോ മൊത്തം മൗലിദിനെതിരാൻ തോന്നിപ്പോകുന്ന ശൈലി വന്നതാണ്. ഇത് ബഹുമാനപ്പെട്ട ഒരു ഫത്വയെ പറയുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. ഞാൻ മനസ്സിലാക്കി പറഞ്ഞ കാര്യം മൂപ്പര ഫത്വയിൽ വലിന്തിശാരിൽ ബിദൈ ഫിൽ മവാലിദി അങ്കറഹൽ ഉലമാഉ ഹത്താ അങ്കറു അസ്ല ഇഖാമത്തിൽ മൗലിദി
ومنهم الفقيه المالكي تاج الدين عمر بن علي اللخم الاسكندري المعروف بالفاكهاني فكتب في ذلك رسالته المورد في الكلام على المولد أوردها السيوطي من الصحاح في كتابه حسن المقصد. എന്നിട്ട് മൂപ്പര് പറയാണ് ثم قال الشيخ محمد الفاضل بن عاشور وقد أتى القرن التاسع والناس بين مجيز وماني واستحسنه السيوطي وابن حجر العسقلاني وابن حجر الهيثمي مع إنكارهم لما لصق به من البدع. സുയൂത്തി ഇമാമും ഇബ്നു ഹജർ അസ്ഖലാനി ഇബ്നു ഹജർ ഹൈതമി ഒക്കെ അതിലുള്ള തെറ്റായ ആചാരം നിർത്തിയിട്ട് മൗലിദ് നല്ല ആൾക്ക് നടത്തണം എന്ന് ഫത്വ കൊടുത്തു. കണ്ട ഇവരെയാ പിടിച്ചിട്ട് എന്താക്കിയത്? കൊടിയ വഹാബിന്റെ ഫത്വയാണ് കാന്തപുര ഉസ്താദ് കണ്ണടയും വെച്ച് നോക്കിയത് എന്ന് പറയും. മൗലിദിന്റെ ദിവസമോ ബഹുമാനം കൂടുതൽ, ലൈലത്തുൽ ഖദറോ ബഹുമാനം കൂടുതൽ ഒരു ചോദ്യം മൂപ്പരോട്. അതിന് മൂപ്പര് മറുപടി അറിയാണ്, ഇന്ന ലൈലത്തുൽ മൗലിദി വ ലൈലത്തുൽ ഖദ്രി ബിഇത്തിബാരി അന്നൽ ബീസത കാനത്ത് ഫിഹാ കിൽതാഹുമാ നിഅമത്തും മിനല്ലാഹി കാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്കുറു റബ്ബഹു അലൈഹിമാ ബിസിയാമി യൗമിൽ ഇസ്നൈനി മിൻ കുല്ലി ഉസ്ബുഇൻ. കണ്ടോ ഇഫത്ത് കൊടുത്താലേ മൗലിദ് ഇതൊക്കെ മുജാഹിദാക്കിയത്. അതിലിടക്കിതാ വദക്കറ ലഹു ശറാനിയു അത്തബഖാത്തുൽ കുബ്റാ അഖ്വാലൻ ഹകീമതൻ കസീറ. അബുൽ അബ്ബാസ് അൽ മർസിയെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്, ഷഹറാനി ഇമാം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഷഹറാനി ഇമാമിന്റെ എത്ര കിതാബ് ഉദ്ധരിച്ചു അറിയോ? ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഷഹറാനി ഇമാമിനെ കാഫിറാക്കിയെന്ന് അയാൾ പറഞ്ഞു. നിങ്ങൾ വിചാരിക്കേണ്ട ചെറിയ സംഗതിയാണ്. ഈ കക്കാടിന്റെ തരീക്കത്ത് ഇവിടെ സമസ്ത തീരുമാനം എടുത്ത അന്ന് മുതൽക്ക് ഇയാൾ പ്രസംഗിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഒക്കെ വഹാബികളാണ്. അതുകൊണ്ടാണ് ഞാൻ അത്രയും അത് പറയാൻ കാരണം. അപ്പൊ സാധാരണക്കാർ സംശയിക്കുകയാണ്, മുത്തഅല്ലിമീങ്ങൾ സംശയിക്കുകയാണ്, ഈജിപ്തിലെ പണ്ഡിതന്മാർക്ക് ഇതിന് അനുകൂലമാണെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഒരു വലിയ മഹാനെ പിടിച്ച് അങ്ങനെ തന്നെ വലിയ വലിയ മഹാമാരെ പിടിച്ച് വഹാബിയാക്കുക. എന്നിട്ട് എന്റെ പേരിൽ ആരോപണം, ഞാൻ അഹമ്മദ് ഉമർ ഹാഷിമീനെ വഹാബിയാക്കി. എന്റെ സിഡിയിൽ അങ്ങനെ ഉണ്ടോ? അയാൾ വഹാബിയാണ്, പച്ചക്കള്ളതും പറയാ. സുബ്ഹാനല്ലാഹ്.